ലോകത്തിലെ തന്നെ ഏറ്റവും അറിവും പ്രതിഭയും ഉള്ള ആളാണെങ്കിലും പലപ്പോഴും നമ്മുടെ എടുത്തുചാട്ടം കൊണ്ടും പെട്ടെന്നുണ്ടാകുന്ന വികാര വിക്ഷോഭം കൊണ്ടും സമ്പത്തടക്കം പലതും നമ്മൾ നഷ്ടപ്പെടുത്തിയേക്കാം. അതേസമയം ഒരു അറിവുമില്ലാതെ ഒന്നും ചെയ്യാതെ അനുഭവ സമ്പത്ത് കൊണ്ട് മാത്രം വലിയ പണക്കാരനാവാനും കഴിയും. കേൾക്കുമ്പോൾ അസാധ്യമെന്ന് തോന്നുമെങ്കിലും ഇത് സാധ്യമാണ്. അതാണ് ഈ പുസ്തകത്തിൽ എഴുത്തുകാരൻ പറഞ്ഞു വെക്കുന്നത്. പെട്രോൾ പമ്പിൽ ജോലി ചെയ്തിരുന്ന സാധാരണ വ്യക്തിയായിരുന്നു റൊണാൾഡ് ജെയിംസ് റീഡ്. ഇദ്ദേഹത്തിന് സാമ്പത്തികമായി എന്ത് നേടാൻ കഴിയുമെന്നാവും നിങ്ങൾ ചിന്തിക്കുന്നത്. 25 വർഷത്തോളം പെട്രോൾ പമ്പിൽ കാർ റിപ്പയർ ചെയ്തും 17 വർഷത്തോളം ജെസി പെന്നി എന്നൊരു കെട്ടിടത്തിൽ തൂപ്പുകാരനായും ജീവിച്ച അദ്ദേഹം 2014 അദ്ദേഹത്തിന്റെ 92-ാം വയസ്സിൽ മരണപ്പെടുകയായിരുന്നു. പക്ഷേ മരണശേഷവും അദ്ദേഹത്തിന്റെ പേര് ലോകം മുഴുവനുള്ള വാർത്താ തലക്കെട്ടിൽ ഇടം പിടിച്ചു. 2 മില്യണിലധികം മനുഷ്യർ 2014 അമേരിക്കയിൽ മരണപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിൽ 4000 ആളുകൾക്ക് മാത്രമായിരുന്നു 8 മില്യണിലധികം സ്വത്തുണ്ടായിരുന്നത്. അതിലൊരാൾ റൊണാൾഡ് റീഡ് ആയിരുന്നു. അതുമാത്രമല്ല, അദ്ദേഹത്തിന്റെ കുട്ടികൾക്ക് 2 മില്യണും ആശുപത്രികൾക്കും ലൈബ്രറികൾക്കും $6 മില്യൺ ചാരിറ്റി ആയി കൊടുത്തിരുന്ന റീഡിനെ പറ്റി അറിഞ്ഞവരെല്ലാം നമ്മളെ പോലെ തന്നെ അദ്ദേഹത്തിന് ഇതെങ്ങനെ ഇത്രയും സ്വത്ത് സമ്പാദിക്കാൻ കഴിഞ്ഞു എന്ന് അത്ഭുതപ്പെട്ടിരുന്നു. റീഡിന് ലോട്ടറി അടിക്കുകയോ മറ്റ് സ്വത്തുവകകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ചെയ്തത് ഒരേ ഒരു കാര്യം മാത്രമാണ്. കുറേശ്ശെ പണം ചേർത്ത് വെച്ച് ബ്ലൂ ചിപ്പ് സ്റ്റോക്കിൽ ഇട്ടു. പല വർഷങ്ങൾ കൊണ്ട് വളർന്ന് അദ്ദേഹത്തിന്റെ കുഞ്ഞു സമ്പാദ്യം $8 മില്യൺ തിരിച്ചു കിട്ടുകയായിരുന്നു. തൂപ്പുകാരനായിരുന്ന ഒരാൾ മരിക്കുമ്പോൾ മില്യണറായ മനുഷ്യസ്നേഹിയായി മാറിയിരുന്നു. റൊണാൾഡ് റീഡ് മരിച്ച സമയത്ത് തന്നെ റിച്ചാർഡ് ഫെസ്കോൺ എന്നൊരാളുടെ പേരും വാർത്തകളിൽ വന്നിരുന്നു. ഹാർവർഡിൽ നിന്നും MBA പഠിച്ച വലിയൊരു ബിസിനസ്മാൻ ആയിരുന്നു റിച്ചാർഡ്. 2000 റിച്ചാർഡ് അദ്ദേഹത്തിന്റെ വലിയ വീട് വീണ്ടും വലുതാക്കാനായി കടമെടുത്തു. 2 ലിഫ്റ്റും 2 സ്വിമ്മിംഗ് പൂളും 7 ഗ്യാരേജുകളും 16 ബാത്റൂമുകളുമുള്ള $900,000 മെയിന്റനൻസിന് മാത്രം ചിലവിടുന്ന ഒരു വീട്. നിലവിൽ റിച്ചാർഡിനുണ്ടായിരുന്ന 2008 സാമ്പത്തിക മാന്ദ്യത്തിൽ പെട്ടുപോയ റിച്ചാർഡിന് എല്ലാ സ്വത്തും നഷ്ടപ്പെട്ടു. എന്തിനേറെ പറയുന്നു, ജഡ്ജിനു മുന്നിൽ ഫൈൻ അടിക്കാനുള്ള പണം പോലും കയ്യിൽ ഇല്ലെന്നായിരുന്നു റിച്ചാർഡ് അന്ന് പറഞ്ഞത്. റിച്ചാർഡിന്റെ ബീച്ച് ഹൗസും ബംഗ്ലാവും സ്വന്തം വീടും അതിന്റെ മൂല്യത്തെക്കാൾ 75% കുറഞ്ഞ വിലയ്ക്കാണ് വിൽക്കേണ്ടി വന്നത്. റൊണാൾഡ് റീഡ് ശാന്തമായ സ്വസ്ഥതയുള്ള ജീവിതം നയിച്ചപ്പോൾ റിച്ചാർഡിനെ നയിച്ചത് അദ്ദേഹത്തിന്റെ അത്യാഗ്രഹമായിരുന്നു. മറ്റു മേഖലയുമായി താരതമ്യം ചെയ്യുമ്പോൾ സാമ്പത്തിക മേഖലയിൽ അവിശ്വസനീയമായ മാറ്റം നടക്കുന്നുണ്ട്. വലിയ വിദ്യാഭ്യാസമോ പരിശീലനമോ വലിയ ചുറ്റുപാടോ അനുഭവ സമ്പത്തോ ഇല്ലാത്ത ഒരാൾക്ക് പോലും എല്ലാം തികഞ്ഞ ഒരാളെ എളുപ്പത്തിൽ തോൽപ്പിക്കാൻ കഴിയും. ധനകാര്യത്തിൽ വിജയിക്കുന്നതിൽ നമ്മുടെ പരിശ്രമത്തെക്കാൾ ഭാഗ്യം ഒരു ഘടകമാണ്. എന്നാൽ അതിനേക്കാൾ പ്രധാനം ധനകാര്യം ഒരു കീറാമുട്ടിയല്ല, മറിച്ച് ഒരു നൈപുണ്യമാണ് എന്ന് ധനകാര്യം ഫോർമുലാസ് ഉൾപ്പെടെ കണക്കുകളുള്ള ഒരു മേഖലയാണെന്നാണ് നമ്മുടെ ചിന്ത. പക്ഷേ അതിനേക്കാൾ ഉപരിയാണ് നൈപുണ്യമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ലോകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 വിഷയങ്ങളാണ് ആരോഗ്യവും പണവും. നമ്മൾ അറിഞ്ഞും അറിയാതെയും ഏറ്റവും കൂടുതൽ പണം ചിലവാക്കുന്നതും പഠനങ്ങൾ നടക്കുന്നതും. എന്നാൽ പണത്തിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. പണത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാത്തത് കൊണ്ടല്ല, സാമ്പത്തിക മേഖലയിൽ തന്നെ പല പഠന മേഖലകളും ഇന്നുണ്ട്. MBA, ഫിനാൻഷ്യൽ എഞ്ചിനീയറിംഗ് എന്നിങ്ങനെ വിവിധ പഠന മേഖലകൾ. ഇതെല്ലാം ഉണ്ടായിട്ട് എല്ലാവരും പണക്കാരനായോ വലിയ ഇൻവെസ്റ്റേഴ്സ് ആയോ? ഇല്ല. ആ മറുപടി നമുക്കറിയാം. ലോകത്തിലെ മുഴുവൻ പണവും നമ്മുടെ കയ്യിൽ ഉണ്ടായാൽ നമുക്ക് സന്തോഷമുണ്ടാകുമോ? അല്ലെങ്കിൽ ഒട്ടും പണമില്ലാതിരുന്നാൽ സന്തോഷമുണ്ടാകുമോ? അതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പലപ്പോഴും നമ്മൾ ഇതൊക്കെ സംസാരിക്കാറുണ്ടെങ്കിലും ഇതിനൊക്കെയുള്ള ഉദാഹരണങ്ങൾ നമുക്ക് മുമ്പിലില്ല. കാരണം പണം നമ്മൾ ഫിസിക്സ് പോലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉള്ള ഒരു വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ചിന്തകളെയും തീരുമാനങ്ങളെയും എല്ലാം ഉൾപ്പെട്ട മനഃശാസ്ത്രത്തിൽ അടിസ്ഥാനമായ ഒരു വിഷയമാണ് ധനകാര്യം, സയൻസ്. വളച്ചുകെട്ടുകളില്ലാത്ത ഒരു വിഷയമാണെങ്കിൽ. പക്ഷേ പണം ഓരോരുത്തരുടെ ശീലത്തിനനുസരിച്ച് മാറി മറിയുന്ന വിഷയമാണ്. ഹിസ്റ്ററി നെവർ റിപ്പീറ്റ്സ് ഇറ്റ്സെൽഫ് ബട്ട് മാൻഡേറ്റ്സ്. ചരിത്രം ഒരിക്കലും ആവർത്തിക്കാറില്ല, പക്ഷേ മനുഷ്യൻ ആവർത്തിക്കാറുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കാനാണ് നമ്മുടെ എഴുത്തുകാരൻ നമുക്കായി 20 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം.
പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അനുഭവം ഏറ്റവും ചെറിയ ശതമാനം മാത്രമാണ്. ഈ ലോകത്തിൽ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ തിരിച്ചറിഞ്ഞാൽ പണം എങ്ങനെയാണ് നമ്മൾ ചിലവാക്കുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ സന്തോഷിക്കുകയും മറ്റുള്ളവർ എങ്ങനെയാണ് പണം ചിലവാക്കുന്നത് എന്നത് നമ്മൾ ജഡ്ജ് ചെയ്യാതിരിക്കുകയും ചെയ്യും. പലരും പണം കൊണ്ട് വലിയ അബദ്ധങ്ങൾ ചെയ്തു കൂട്ടാറുണ്ട് എന്ന് കരുതി എല്ലാവരും മണ്ടന്മാരല്ല. കാരണം ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ്. വിവിധ സമൂഹത്തിൽപ്പെട്ട, വിവിധ തലമുറയിൽപ്പെട്ട, വ്യത്യസ്ത സംസ്കാരമുള്ള മനുഷ്യരാണ്. അവരുടെ കറൻസി വേറെയാണ്, തൊഴിൽ വേറെയാണ്. അതുമാത്രമല്ല, നമ്മുടെ ആവശ്യങ്ങളും വ്യത്യസ്തമാണ്. അവരവരുടെ അനുഭവങ്ങൾ വ്യത്യസ്തമായതുകൊണ്ട് തന്നെ പണത്തോടുള്ള വിവിധ മനുഷ്യരുടെ കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാണ്. ഒരു പണക്കാരനായ കുട്ടിക്ക് പാവപ്പെട്ടവനായ കുട്ടിയുടെ പണത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ചിന്തിക്കാൻ പോലും കഴിയില്ല. എനിക്ക് എന്താണോ പണത്തെക്കുറിച്ച് അറിയുക, അത് നിങ്ങൾക്ക് അറിയാതിരിക്കാം. അതേപോലെ നിങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ എനിക്ക് അറിയാതെയും ഇരിക്കാം. ഈ ഒരു കാരണം കൊണ്ട് തന്നെ പണത്തെക്കുറിച്ച് ആരും തികഞ്ഞ അറിവുള്ളവരുമല്ല, ആരും അജ്ഞരുമല്ല. ഈ ലോകത്തിൽ കാശുള്ളവർ 0.001% മാത്രമാണ്. നമ്മൾ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുന്നവർ തന്നെയാണ് 80% ആളുകളും. നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും നമ്മൾ അനുഭവിക്കാത്ത ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് മുഴുവനായും മനസ്സിലാക്കാൻ കഴിയില്ല. എങ്ങനെയാണ് അമേരിക്കൻസ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് 2006 2 എക്കണോമിസ്റ്റുകൾ അമേരിക്കൻസിൽ ഒരു വലിയ പഠനം നടത്തി. സാധാരണ ആളുകൾ അവരുടെ ആത്യന്തികമായ ലക്ഷ്യം എന്താണെന്ന് കണ്ടെത്തിയ ശേഷം ഇപ്പോഴുള്ള സമ്പാദ്യം വെച്ച് അതെങ്ങനെ നേടാൻ കഴിയും, അവിടേക്ക് എത്താനുള്ള വഴികൾ എന്തെല്ലാമാണ് എന്നെല്ലാം കണക്കാക്കിയാണ് ഇൻവെസ്റ്റ് ചെയ്യാറുള്ളത്. പക്ഷേ ചിലർ അങ്ങനെയല്ല ചെയ്യാറുള്ളത്. എക്കണോമിസ്റ്റുകളുടെ പഠന റിപ്പോർട്ട് പ്രകാരം പലരും അവരുടെ സ്വന്തം അനുഭവം നോക്കി മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ഒരാളുടെ കഴിഞ്ഞ കാലത്തെ അനുഭവങ്ങൾ കണക്കാക്കി മാത്രമേ പലരും ഇൻവെസ്റ്റ് ചെയ്യാറുള്ളൂ. ഏത് കാലത്താണ് ജനിച്ചത് എന്നതിനനുസരിച്ചാണ് നമുക്ക് പല അറിവുകളും ലഭിക്കുന്നത്. 1970കളിൽ ഒരുപാട് ആളുകൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. മാത്രമല്ല, അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത പലരും വലിയ ലാഭം നേടുകയും ചെയ്തു. എന്നാൽ നിങ്ങൾ 1950ൽ ജനിച്ച ആളായിരുന്നുവെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലെ പണപ്പെരുപ്പം കാരണം ഇൻവെസ്റ്റ് ചെയ്യാനേ കഴിയുമായിരുന്നില്ല. അതേസമയം 1990കളിൽ ജനിച്ച ഒരാൾക്ക് എന്താണ് പണപ്പെരുപ്പം എന്ന് പോലും അറിയാത്ത വിധം ഷെയർ മാർക്കറ്റ് വളർന്നു. ഇത്തരം അനുഭവങ്ങൾ കൊണ്ടുള്ള പ്രശ്നം എന്താണ്? ഇതൊന്നും അറിയാതെ നമ്മൾ പലപ്പോഴും ഒരു അനുഭവകഥ മാത്രം വിശ്വസിച്ചാണ് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത്. അതിനുള്ള ഒരു ചെറിയ ഉദാഹരണമാണ് ലോട്ടറി ടിക്കറ്റ്സ്. നാട്ടിലാണെങ്കിലും ലോട്ടറിക്ക് വലിയ പ്രചാരമാണ്. കാരണം ജയിച്ചാൽ ഒറ്റ ദിവസം കൊണ്ട് വലിയ പണക്കാരനാവാം. ഏറ്റവും പാവപ്പെട്ട ആളുകളാണ് ഇത് ഏറ്റവും കൂടുതൽ വാങ്ങുന്നത്. അമേരിക്കയിലെ കാര്യം നോക്കിയാൽ അവരുടെ നിത്യജീവിത ചിലവുകൾക്ക് മാറ്റിവെക്കുന്നതിനേക്കാൾ വലിയ തുകയാണ് പാവപ്പെട്ടവൻ ലോട്ടറിക്കായി ചിലവാക്കുന്നത്. മിനിമം $412 ലോട്ടറിക്കായി മാത്രം ചിലവാക്കുന്നുണ്ട്. അതിശയകരമായ മറ്റൊരു കാര്യം, 40% അമേരിക്കക്കാരും ഒരു അത്യാവശ്യത്തിനായി $400 തികച്ചെടുക്കാൻ ഇല്ലാത്തവരാണ്. അതായത് ഒരു അത്യാവശ്യത്തിന് എടുക്കാനില്ലാത്ത പണമാണ് കോടികൾ ഒരാൾ മാത്രം ജയിക്കുന്ന ലോട്ടറിക്കായി മാറ്റിവെക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ വലിയ മണ്ടത്തരമായി നിങ്ങൾക്ക് തോന്നാം. പക്ഷെ അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു സാധാരണക്കാരനായി ജീവിക്കുമ്പോൾ ആഗ്രഹങ്ങളൊന്നും പൂർത്തിയാക്കാൻ പറ്റാത്തപ്പോൾ സന്തോഷമുള്ള സേഫായ വീടുണ്ടാക്കാനോ കടമെടുക്കാതെ പഠിക്കാനോ പറ്റാത്ത ആളുകൾക്ക് പണക്കാരനായ മനുഷ്യർ ജീവിക്കുന്ന ആ ജീവിതം സ്വപ്നത്തിൽ നിന്ന് എന്നെങ്കിലും ഒരിക്കൽ യാഥാർത്ഥ്യമായാലോ എന്ന് കരുതിയാണ് അവർ ലോട്ടറിക്കായി കാശ് മാറ്റിവെക്കുന്നത്. ഈ ചിന്ത നമുക്ക് അംഗീകരിക്കാൻ കഴിയണമെന്നില്ല. കാരണം നമ്മൾ അവരുടെ ജീവിതം അനുഭവിച്ചിട്ടില്ല. അതുപോലെ എന്റെ ഏതെങ്കിലും ഒരു തീരുമാനം നിങ്ങൾക്ക് മണ്ടത്തരമായി തോന്നാം. അതെനിക്കൊരു പ്രശ്നമല്ല. ഇത് ആർക്കാണോ വ്യക്തമായി മനസ്സിലാവുന്നത് അയാൾക്ക് മാത്രമേ സ്വത്തിനെ കുറിച്ചും പണത്തിനെ കുറിച്ചും ശരിയായ തീരുമാനമെടുക്കാൻ കഴിയൂ. ഇന്നത്തെ നായകൾക്കും 10,000 വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന നായകളുടെ സ്വഭാവം തന്നെയാണ്. അതുപോലെ തന്നെയാണ് മനുഷ്യരും. എങ്കിലും മനുഷ്യർ അവരുടെ ജീവിതത്തിലെ 20 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള കാലത്തിനുള്ളിലുള്ള അനുഭവങ്ങൾ വെച്ച് മാത്രമാണ് പല തീരുമാനങ്ങളും എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ആരും ആത്യന്തികമായി വിഡ്ഢികളുമല്ല, ആരും വിജ്ഞാനികളുമല്ല. നമ്മൾ ഇവിടെ കാണുന്ന ഒന്നും നല്ലതുമല്ല മോശവുമല്ല. അപകടവും ഭാഗ്യവും ജ്യേഷ്ഠാനുജന്മാരെ പോലെയാണ്. രണ്ടും യാഥാർത്ഥ്യമാണ്.
നമ്മൾ എടുക്കുന്ന ഏതൊരു തീരുമാനത്തിലും ഇത് രണ്ടും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുമാത്രമല്ല, എത്രമാത്രം ഭാഗ്യമുണ്ടാകുമോ അത്രയും അപകട സാധ്യതയുമുണ്ട്. അതുപോലെ തന്നെ എത്രമാത്രം അപകടമുണ്ടോ അത്രയും ഭാഗ്യത്തിനുള്ള സാധ്യതയുമുണ്ട്. ബിൽഗേറ്റ് സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ സ്കൂളിൽ കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാ വീടുകളിലും കമ്പ്യൂട്ടർ ഉണ്ട്. എന്നാൽ 1965 ലോകത്തിൽ തന്നെ അപൂർവം ചിലയിടങ്ങളിൽ മാത്രമാണ് കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നത്. അതിൽ ഒരിടമാണ് ബിൽഗേറ്റ്സ് പഠിച്ച ലേക്ക് സൈഡ് സ്കൂൾ. ബിൽഗേറ്റ്സിനെ പോലെ തന്നെ അദ്ദേഹത്തിന്റെ സുഹൃത്ത് പോൾ അലനും കമ്പ്യൂട്ടറിൽ വലിയ താല്പര്യമായിരുന്നു. അവർ രണ്ടുപേരും വലിയ കൂട്ടുകാരായിരുന്നു. ഒരിക്കൽ പോൾ അലനെ ബിൽഗേറ്റ്സ് ഒരു ഫോർച്യൂൺ മാഗസിൻ കാണിച്ച് ഇങ്ങനെ ഒരു വലിയ കമ്പനി ഉണ്ടാക്കാൻ നമുക്ക് കഴിയുമോ എന്ന് ചോദിച്ചു. തനിക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ലെന്നായിരുന്നു അപ്പോൾ അലൻ മറുപടി പറഞ്ഞത്. ഉറപ്പായും ഒരിക്കൽ ഒരു കമ്പ്യൂട്ടർ കമ്പനി തുടങ്ങണമെന്ന് ബിൽഗേറ്റ്സ് അന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം നടന്നതൊക്കെ ചരിത്രമാണ്. 1968 303 മില്യൺ കുട്ടികൾ ഹൈസ്കൂളിൽ പഠിച്ചിരുന്നു. അതിൽ തന്നെ 18 മില്യൺ കുട്ടികൾ US മാത്രം പഠിച്ചിരുന്നു. 2,70,000 ആളുകൾ വാഷിംഗ്ടണിൽ ഉണ്ടായിരുന്നു. അതിൽ 1,00,000 ആളുകൾ മാത്രമാണ് സിയാറ്റിൽ ഏരിയയിൽ ഉണ്ടായിരുന്നത്. അതിലും 300 കുട്ടികൾ മാത്രമാണ് ലേക്ക് സൈഡ് സ്കൂളിൽ പഠിച്ചിരുന്നത്. ആ 300 കുട്ടികളിൽ എല്ലാവർക്കും ഒന്നും കമ്പ്യൂട്ടറിനോട് താല്പര്യമുണ്ടായിരുന്നില്ല. മാത്രമല്ല, കമ്പ്യൂട്ടർ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയും ബിൽഗേറ്റ്സിനുണ്ടായിരുന്നു. ലേക്ക് സൈഡ് വ്യൂ എന്നൊരു സ്ഥലം ഇല്ലായിരുന്നുവെങ്കിൽ ഇവിടെ മൈക്രോസോഫ്റ്റ് എന്നൊരു കമ്പനി ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് ബിൽഗേറ്റ്സ് അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത്. ബിൽഗേറ്റ്സിന്റെ ആരംഭം പല കോടികളിൽ ഒന്ന് മാത്രമായിരുന്നു. ബിൽഗേറ്റ്സിന്റെ മറ്റൊരു സുഹൃത്തായിരുന്നു കെൻ വാൻസ്. ബിൽഗേറ്റ്സിനൊപ്പം തന്നെയായിരുന്നു കെന്റും പഠിച്ചത്. പോൾ അലനേക്കാളും ബിൽഗേറ്റ്സിനേക്കാളും ആംബീഷ്യസ് ആയിരുന്ന ഒരു കുട്ടിയായിരുന്നു കെന്റ്. ഇടയ്ക്കിടെ കമ്പനി തുടങ്ങുന്നതിനെ പറ്റിയും വലിയ പൊസിഷനിൽ എത്തുന്നതിനെ കുറിച്ചുമൊക്കെ സംസാരിക്കുമായിരുന്നു എന്ന് ബിൽഗേറ്റ്സ് ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. കെന്റ് സ്കൂൾ കാലത്ത് തന്നെ ഒരു ആക്സിഡന്റിൽ മരണപ്പെടുകയായിരുന്നു. ഇല്ലായിരുന്നുവെങ്കിൽ മൈക്രോസോഫ്റ്റിന്റെ ഒരു ഭാഗമായി കെന്റ് ഇന്ന് ഉണ്ടാകുമായിരുന്നു എന്നാണ് ബിൽഗേറ്റ്സ് പറഞ്ഞത്. ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന ചില തെറ്റായ തീരുമാനങ്ങൾ കാരണമാണ് നമ്മൾ പരാജയപ്പെടുന്നത് എന്നാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ജീവിതത്തിൽ എത്ര തെറ്റായ തീരുമാനം എടുത്താലും ചിലപ്പോൾ അത് നമുക്ക് ഭാഗ്യമായി മാറിയേക്കാം. ഇതേ കാര്യം തന്നെയാണ് പണത്തിന്റെ കാര്യത്തിലും നമ്മൾ ചിന്തിക്കുന്നത്. എന്താണ് നമ്മുടെ ശരീരം തീരുമാനിക്കുന്നത്, എന്താണ് ചുറ്റുമുള്ളവരുടെ തീരുമാനം, ഇങ്ങനെ പല ചോദ്യങ്ങളാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നത്. യാഹു, ഫേസ്ബുക്ക് വാങ്ങാൻ വന്നപ്പോൾ മാർക്ക് സുക്കൻബർഗ് അത് വേണ്ടെന്ന് തീരുമാനിച്ചത് പലരും വലിയ ചുവടുവെപ്പായി കണ്ടു. അതേസമയം യാഹു മൈക്രോസോഫ്റ്റിന്റെ ഓഫർ വേണ്ട പറഞ്ഞപ്പോൾ ആരും അഭിനന്ദിച്ചില്ല. എല്ലാവരും അതൊരു തെറ്റായ തീരുമാനമാണെന്ന് കരുതി. എന്നാൽ സത്യത്തിൽ ഒരു തീരുമാനം ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് എങ്ങനെയാണ് അത് നടക്കും മുമ്പ് പറയാൻ കഴിയുക? ഭാഗ്യത്തിനും അപകടത്തിനും ഇടയിൽ ചെറിയൊരു നൂൽപാലം മാത്രമാണുള്ളത്. ജീവിതത്തിൽ നമ്മൾ ശരിയായ വഴിക്കാണോ പോകുന്നതെന്ന് എങ്ങനെ മനസ്സിലാക്കാം? അതിന് 2 മാർഗങ്ങളാണുള്ളത്. 2 തരം ആളുകളെ കാണുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ വലിയവരെന്ന് കരുതുന്നവരെയും അതേപോലെ നമ്മൾ വില കുറച്ച് കാണുന്നവരെയും. രണ്ടാമത്തെ കാര്യം, ജീവിതത്തിൽ ഒരു വിഷയം നമ്മൾ പഠിക്കുമ്പോൾ ഒരാളുടെ അനുഭവം കൊണ്ട് മാത്രം ഒന്നിനെയും വിലയിരുത്തുകയോ പഠിക്കുകയോ അരുത്. കാരണം ഓരോ ആളുകളുടെയും ജീവിതം ഭാഗ്യത്തിനും അപകടത്തിനും ഇടയിലാണ്. അവരുടെ അനുഭവവും വ്യത്യസ്തമാണ്. ബിൽഗേറ്റ്സ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും മോശം അധ്യാപകൻ വിജയമാണെന്ന്. കാരണം നമ്മൾ തോൽക്കില്ല എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുമെന്നാണ്. എന്നാൽ അതേപോലെ തന്നെയാണ് പരാജയവും. നമ്മൾ പലപ്പോഴും എടുക്കുന്ന തീരുമാനം തെറ്റാണെന്നുള്ള തോന്നൽ അത് നമ്മളിൽ ഉണ്ടാക്കും. നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനവും തോൽക്കുമ്പോൾ അത് നമ്മളെ എങ്ങനെ ബാധിക്കും എന്നറിഞ്ഞിട്ട് വേണം തീരുമാനിക്കാൻ. തോറ്റാലും നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്താതെ അടുത്തത് എന്ത് ചെയ്യാം എന്ന് ചിന്തിച്ച് മുന്നോട്ടു പോകണം. ഈ ലോകം കാണുന്നത് പോലെ നല്ലതുമല്ല മോശവുമല്ല. ഷട്ടർ ഐലൻഡിൽ ബില്യണയർ പാർട്ടി നടക്കുമ്പോൾ കെയ്ന്റ് വാനഗേറ്റ് അദ്ദേഹത്തിന്റെ സുഹൃത്ത് ജോസഫ് ഹെല്ലറിനോട് ഒരു കാര്യം പറയുന്നുണ്ട്. ഈ പാർട്ടി ഹോസ്റ്റ് ചെയ്തിരുന്ന ഹെഡ്ജ് ഫണ്ട് മാനേജർ തങ്ങളുടെ ക്യാച്ച് 22 എന്ന ബുക്കിന്റെ വരുമാനത്തെക്കാൾ അധിക സമ്പാദ്യം ഒരു ദിവസം കൊണ്ട് മാത്രം നേടിയിട്ടുണ്ട്. ഇതിന് ഹെല്ലർ ഒരു കുറുക്കിക്കൊള്ളുന്ന മറുപടി പറഞ്ഞു. അതിതാണ്, ശരിയായിരിക്കാം, പക്ഷേ എന്റെ കയ്യിലുള്ള ഒരു കാര്യം ഉറപ്പായും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടാവില്ല. എനിക്ക് അത് മതി. നമ്മൾ ഇതൊന്ന് ആലോചിച്ചു നോക്കിയാൽ മനസ്സിലാകും.
ഹെല്ലർ പറഞ്ഞത് ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. മതി എന്ന വാക്ക് അത് എത്ര ശക്തിയുള്ള വാക്കാണെന്ന് പലർക്കും അറിയില്ല. ആ ഒരു വാക്കുകൊണ്ട് എത്ര ആളുകളുടെ ജീവിതം മാറുമെന്ന് പലർക്കും അറിയില്ല. പണക്കാരനാവട്ടെ ദരിദ്രരാവട്ടെ, അവർ അവരുടെ ആഗ്രഹത്തിന് അതിരില്ല എന്ന കാര്യം സത്യമാണ്. ലോട്ടറി ടിക്കറ്റിൽ വർഷാവർഷം പണം നഷ്ടപ്പെടുത്തുന്ന ദരിദ്രനാണെങ്കിലും ഹർഷത് മേഹത്തെ പോലെ പണക്കാരനായി ഇരുന്നിട്ടും എല്ലാം നഷ്ടപ്പെടുത്തിയ ആളായാലും ആഗ്രഹത്തിന് അതിരുകൾ ഉണ്ടാവില്ല. മതി എന്നൊരു വാക്കിന്റെ ശക്തിയും വിവേകവും മനസ്സിലാക്കണം നമ്മൾ. രജത് കുമാർ ഗുപ്ത അനാഥനായി വളർന്ന ഒരു സാധാരണക്കാരനായിരുന്നു. അദ്ദേഹത്തിന്റെ 40ാമത്തെ വയസ്സിൽ മർക്കൻസെ ആൻഡ് കമ്പനി കൺസൾട്ടൻസി കമ്പനിയുടെ സിഇഒ ആയിരുന്നു. 2008 ഗുപ്തയുടെ സ്വത്ത് മാത്രം $100 മില്യൺ ഉണ്ടായിരുന്നു. ഗുപ്തയ്ക്ക് അയാളുടെ പണം ഉപയോഗിച്ച് എന്ത് വേണമെങ്കിലും നേടാനും വാങ്ങാനും കഴിയും. പക്ഷേ ഗുപ്തയ്ക്ക് ഒരു മില്യണയർ ആയിരിക്കണം എന്നത് മാത്രമായിരുന്നില്ല ആഗ്രഹം, ഒരു ബില്യണയർ ആവണമെന്നും അദ്ദേഹം ആഗ്രഹിച്ചു. 2008 ഗോൾഡ്മാൻ സാഷസ് ബാങ്ക് പൂട്ടേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. ആ സമയത്ത് കമ്പനിയെ സഹായിക്കാനായി വാറൻ ബഫറ്റ് $5 മില്യൺ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായി. ഈ കാര്യം അന്ന് ബാങ്കിന്റെ ബോർഡ് മെമ്പർ ആയിരുന്ന രജത് ഗുപ്ത അറിഞ്ഞു. രജത് ഗുപ്ത 1,75,000 ഷെയർ ആ കമ്പനിയിൽ നിന്നും വാങ്ങി. വാറൻ ബഫറ്റ് പറഞ്ഞതുപോലെ ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തു. രജത് ഗുപ്തയ്ക്ക് ഇതിൽ നിന്ന് മാത്രം $17 മില്യൺ ലാഭമുണ്ടായി. അതേ സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ ഹെഡ്ജ് ഫണ്ട് മാനേജർ രാജരത്നയ്ക്ക് $1 ബില്യൺ പ്രോഫിറ്റ് ലഭിച്ചു. പോലീസിന് ഇതിനേക്കാൾ വലിയ തെളിവുകൾ വേറെ ആവശ്യമില്ലായിരുന്നു. രജത് ഗുപ്തയും രാജരത്നയും ഇൻസൈഡർ ട്രേഡിംഗ് നടത്തിയതിന്റെ പേരിൽ ജയിലിൽ പോയി. ഈ ലോകത്ത് രജത് ഗുപ്തയെ പോലെ പലരുമുണ്ട്. രജത് ഗുപ്തയെ ഒരു ക്രിമിനൽ ആണെന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് കരുതാം. അത് ശരിയുമാണ്. അദ്ദേഹത്തിന്റെ പേരും അധികാരവും അന്തസ്സും പണവും എല്ലാം നഷ്ടപ്പെടുത്തി അധികം നേടണം എന്നൊരു ആഗ്രഹം കൊണ്ട് ജീവിതം തന്നെ അയാൾ ഇല്ലാതാക്കി. മനുഷ്യർക്ക് അങ്ങനെ ഒരു ശീലമുണ്ട് എന്നത് ഒരു സത്യമാണ്. ഇതിന്റെയൊക്കെ അടിസ്ഥാന കാരണം ജീവിതത്തിൽ മതി എന്നൊരു ഗുണം നമുക്കില്ല എന്നത് തന്നെയാണ്. ഇതിൽ നിന്നും നമ്മൾ 4 കാര്യങ്ങൾ പഠിക്കണം. ഒന്നാമത്തെ കാര്യം, പണം നേടാനുള്ള നമ്മുടെ പരിശ്രമം എവിടെ നിർത്തണമെന്ന ധാരണ. പണം വളരുന്നതിനൊപ്പം വളരുന്ന 2 കാര്യങ്ങൾ നമ്മൾ മറക്കരുത്: അന്തസ്സും പകയും. നമ്മൾ എത്ര വലിയവനാകുന്നുവോ അത്രയും പക നമുക്ക് ചുറ്റും വളർന്നുകൊണ്ടേയിരിക്കും. എത്ര ശത്രുക്കളെ നമ്മൾ ഉണ്ടാക്കുന്നോ അത്രയും ആപത്താണ് മുന്നോട്ടുള്ള ഓരോ ചുവടുകളും. അതുകൊണ്ട് എപ്പോൾ നിർത്തണം എന്ന് അറിയില്ലെങ്കിൽ പോലും 2 അടി മുന്നോട്ട് പോയാൽ ആ 2 അടി നോക്കി നമ്മൾ പുറകെ തന്നെയാണെന്ന് നമ്മൾ കരുതും. പക്ഷേ അവസാനം നമ്മൾ എന്തിനു വേണ്ടിയാണോ ഇതൊക്കെ ചെയ്തത് അതൊക്കെ നഷ്ടപ്പെടുത്താനുള്ള സാധ്യതയുമുണ്ട്. രണ്ടാമത്തെ കാര്യം, മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ഒരു കളിക്കാരനുള്ള ശമ്പളം ഒരു സാധാരണക്കാരന് പണക്കാരൻ എന്ന് പറയാൻ കഴിയുന്ന അത്രയും നല്ല ജീവിതം നയിക്കാനുള്ള അത്രയും ഉണ്ടാകും. എന്നാൽ അതേ ശമ്പളം ക്യാപ്റ്റന്റെ ശമ്പളവുമായി താരതമ്യം ചെയ്താൽ അത് വളരെ കുറവുമായിരിക്കും. അതേസമയം അമേരിക്കയിലുള്ള ഒരു ഹെഡ് ഫണ്ട് മാനേജർ നമ്മുടെ ക്യാപ്റ്റനേക്കാൾ 5 മടങ്ങ് ശമ്പളമുള്ളയാളും. എന്നാൽ അയാൾക്ക് മുകളിലായി അംബാനിക്ക് മേലെ ഇലോൺ മസ്ക് എന്നിങ്ങനെ പോകുന്നു. ഇങ്ങനെയാണ് പലരുടെയും ജീവിതം. നമുക്ക് എന്താണോ നഷ്ടം, നമുക്ക് എന്താണോ വേണ്ടത് എന്നൊക്കെ മറന്ന് മറ്റൊരാൾ നമ്മളെക്കാൾ മുകളിലാണോ താഴെയാണോ എന്നൊക്കെ നോക്കുന്നത്. നമ്മുടെ സമൂഹത്തിന്റെ പ്രശ്നമാണത്. ഓരോ മനുഷ്യരുടെയും ഉള്ളിലുള്ള പ്രശ്നമാണ്. മൂന്നാമത്തെ കാര്യം, മതി എന്ന വാക്കിന് അർത്ഥം ഏറ്റവും കുറവായിരിക്കണം എന്നല്ല. നമ്മൾ ജീവിതത്തിൽ ഭയന്ന് മുന്നോട്ട് പോകാതിരുന്നാൽ അത് വളർച്ചയ്ക്ക് ഉപകാരപ്പെടില്ല. മതി എന്നത് നമുക്ക് വിശപ്പ് മാറും വരെ ഭക്ഷണം കഴിക്കുന്നത് പോലെയാണ്. മതി എന്ന് തോന്നിയ ശേഷവും കഴിച്ചാൽ അത് നമ്മുടെ വയറിന് ഗുണം ചെയ്യില്ല. പണത്തിന്റെ കാര്യത്തിൽ ഇത് സാധ്യമല്ല. നാലാമത്തെ കാര്യം, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് എത്ര ലാഭം തന്നാലും ആപത്തുള്ള ഒരു കാര്യത്തിലും വിനിയോഗിക്കാതിരിക്കുക. രജിത് ഗുപ്ത ജയിലിൽ നിന്നും ഇറങ്ങിയ ശേഷം ന്യൂയോർക്ക് ടൈംസിന് കൊടുത്ത ഇന്റർവ്യൂവിൽ പറഞ്ഞത് ഇതാണ്: ഈ ലോകത്തിൽ ഒന്നും നമ്മുടെ കൂടെ കൊണ്ടു നടക്കാൻ പാടില്ല. നമ്മുടെ അന്തസ്, നമ്മുടെ നേട്ടങ്ങൾ ഒന്നും ഇപ്പോൾ ആലോചിക്കുമ്പോൾ അതൊക്കെ വലിയൊരു കാര്യമായി എനിക്ക് തോന്നുന്നില്ല. അഭിമാനം ഉണ്ടായിരുന്നത് കൊണ്ടാണ് അത് തെറ്റായ ഒരു മാർഗത്തിലൂടെ നഷ്ടപ്പെട്ടത്. അതുകൊണ്ടാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായത്. രജത് ഗുപ്ത ഇത് മനസ്സിലാക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നു.
നമ്മൾ ജീവിതത്തിൽ എത്ര ആഗ്രഹിച്ചാലും നടക്കാത്ത ചില കാര്യങ്ങൾ ജീവിതത്തിലുണ്ട്. ആ ആഗ്രഹങ്ങൾ നേടുന്നത് നമ്മുടെ ജീവിതത്തിലെ മറ്റു കാര്യങ്ങളെക്കാൾ പ്രധാനമല്ല. നമ്മുടെ അഭിമാനം, സ്വാതന്ത്ര്യം, കുടുംബം, സുഹൃത്തുക്കൾ, പരസ്പര വിശ്വാസം, ഇതിനേക്കാളൊക്കെ ഉപരിയായി സന്തോഷം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അളക്കാൻ കഴിയാത്ത അത്ര മൂല്യമുള്ളതാണ്. ഇതെല്ലാം നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യം ചെയ്യണമെന്ന് ചിന്തിച്ചാൽ മതി എന്ന് കരുതി നിർത്തേണ്ട ഇടം അതാണ്. നിങ്ങൾക്കറിയുമോ, വാരൻ ബഫറ്റിന്റെ സ്വത്ത് $845 ബില്യൺ ആണ്. അതിൽ $815 മില്യൺ വന്നു ചേർന്നത് അദ്ദേഹത്തിന്റെ 65-ാം പിറന്നാളിന് ശേഷമാണ്. ഇത്തരം ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാറില്ല അല്ലേ? ചില കാര്യങ്ങളിൽ നിന്നും നമ്മൾ പഠിക്കുന്ന അറിവുകൾ മറ്റു പല കാര്യങ്ങൾക്കും സഹായകമായേക്കാം. ഉദാഹരണത്തിന് 19-ാം നൂറ്റാണ്ടിൽ ഭൂമി പലതവണ മഞ്ഞുകൊണ്ട് മുഴുവനായും മൂടപ്പെടുന്നു എന്നാണ് ആളുകൾ വിശ്വസിച്ചിരുന്നത്. ആ സത്യം കണ്ടെത്താൻ ശാസ്ത്രജ്ഞർ ഒരുപാട് കാലം പഠനം നടത്തി. മിലിട്ടൺ മിലൻകോവിക്, സെർബിയൻ ശാസ്ത്രജ്ഞൻ, ഭൂമിയുടെ ഇരു ധ്രുവങ്ങളിലെ തണുപ്പ് കാരണമാണ് മഞ്ഞുണ്ടാകുന്നത് എന്ന് പറയുന്നു. എന്നാൽ വ്ളാഡിമിർ കോപ്പൻ എന്ന റഷ്യൻ ശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിന്റെ സമർത്ഥത കൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ചെയ്ത് കാലങ്ങൾ എടുത്താണ് ഒരു പ്രദേശം മുഴുവനായും മഞ്ഞ് മൂടുന്നത് എന്ന് മനസ്സിലാക്കുകയും അതിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്തുകയും ചെയ്തു. കാലങ്ങൾ കൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. പണത്തിന്റെ കാര്യത്തിൽ അത് കൂടുതൽ യാഥാർത്ഥ്യമാണ്. വാറൻ ബഫറ്റ് എങ്ങനെ ഒരു നല്ല ഇൻവെസ്റ്റർ ആയി എന്നതിനെ കുറിച്ച് 2000-ഓളം പുസ്തകങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ചില പുസ്തകങ്ങളിൽ മാത്രമാണ് അതിനുള്ള കാരണങ്ങൾ പറയുന്നത്. 65 വയസ്സിന് ശേഷമാണ് സ്വത്തിന്റെ ഭൂരിഭാഗവും വാറൻ ബഫറ്റ് സമ്പാദിച്ചതെങ്കിലും അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് 10-ാമത്തെ വയസ്സിലാണ്. 60 വയസ്സിൽ റിട്ടയർ ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ സമ്പാദ്യം $119 ബില്യൺ മാത്രമാവുമായിരുന്നു. ഇത് ഇപ്പോഴത്തെ സ്വത്തിന്റെ 99% മാത്രമാവുമായിരുന്നു. വാറൻ ബഫറ്റിന്റെ വൈഭവം ഇൻവെസ്റ്റ്മെന്റിലായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ആയുധം സത്യസന്ധതയായിരുന്നു. എത്ര കാലം ഇൻവെസ്റ്റ് ചെയ്തോ അത്രയും കാലത്തെ ഇൻവെസ്റ്റ്മെന്റ് മേൽക്കുമേൽ അടുക്കി വെച്ച് അത് ഇരട്ടിയിലധികവുമായി അദ്ദേഹം ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനായി മാറി. ജിം സൈമൺസ് എന്ന ഇൻവെസ്റ്റർ വർഷാവർഷം 66% പ്രോഫിറ്റ് നേടിയിട്ടുണ്ട്. എന്നാൽ ജിം സൈമൺസിന്റെ സ്വത്ത് നോക്കിയാൽ അത് വാറൻ ബഫറ്റിനേക്കാൾ 75% കുറവാണ്. കാരണം ജിം സൈമൺസ് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് അദ്ദേഹത്തിന്റെ 50-ാം വയസ്സിലാണ്. മാത്രമല്ല അദ്ദേഹം 70-ാം വയസ്സിൽ റിട്ടയർ ചെയ്യുകയും ചെയ്തു. ഒരു മഞ്ഞുമൂടിയ പ്രദേശം ഉണ്ടാവണമെങ്കിലും വാറൻ ബഫറ്റിന്റെ അത്ര പണക്കാരനാവണമെങ്കിലും കാലത്തിന്റെ സഹായത്തിനൊപ്പം നമുക്ക് വേണ്ടത് സൂക്ഷ്മമായ ചില കാര്യങ്ങൾ കൂടിയാണ്. 1999-ൽ ആപ്പിൾ ഐമാക്കിൽ 6 GB ആയിരുന്നു സ്റ്റോറേജ്. 2003-ൽ ഇറങ്ങിയ പവർ മാക്കിൽ 120 GB സ്റ്റോറേജ്. 2006-ലെ ന്യൂ ഐമാക്കിൽ 250 GB. 2011-ൽ 4 ടെറാബൈറ്റ് ഹാർഡ് ഡ്രൈവ് വന്നു. 2017-ൽ അത് 60 ടെറാബൈറ്റ് ഹാർഡ് ഡ്രൈവ് ആയി. 2019-ൽ 100 ടെറാബൈറ്റ് ഹാർഡ് ഡ്രൈവ് വന്നു തുടങ്ങി. 1950-ൽ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച ഒരാളോട് ചോദിച്ചാൽ 20 വർഷത്തിനുള്ളിൽ സ്റ്റോറേജ് ചിലപ്പോൾ 1000 മടങ്ങ് അധികമായേക്കാം എന്നാവും പറയുക. ഒന്നും അറിയാത്ത ഒരാൾ ചിലപ്പോൾ 10,000 മടങ്ങ് അധികമായേക്കാം എന്ന് പറഞ്ഞേക്കാം. പക്ഷെ ആരും 30 മില്യൺ മടങ്ങ് അധികമാകും എന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിരിക്കില്ല. ബിൽ ഗേറ്റ്സ് 2004-ൽ എന്തിനാണ് എല്ലാവർക്കും ആവശ്യമില്ലാത്ത 1 GB സ്റ്റോറേജ് കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. എന്നാൽ ഇന്ന് നമ്മുടെ ഫോണിൽ പോലും അതിൽ അധികം സ്റ്റോറേജ് ഉണ്ട്. നമ്മുടെ ബുദ്ധിക്ക് 8+8 എന്ന് 9 തവണ കൂട്ടി പറയാൻ പറഞ്ഞാൽ എളുപ്പത്തിൽ ചിലപ്പോൾ കണക്ക് കൂട്ടാൻ കഴിയും. പക്ഷേ 8-നെ 8 കൊണ്ട് 9 തവണ ഗുണിക്കാൻ പറഞ്ഞാൽ അത് അത്ര എളുപ്പമാവില്ല. അതുപോലെ തന്നെയാണ് പണത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ. അത് നമ്മുടെ ബുദ്ധിക്കും ചിന്തയ്ക്കും അതീതമാണ്. വാറൻ ബഫറ്റിനെ കുറിച്ച് 2000 ബുക്കുകൾ എഴുതിയാലും ഒരു ബുക്കിൽ 100 വർഷത്തിൽ 3/4 ഭാഗവും ഇൻവെസ്റ്റ് ചെയ്യുക മാത്രമാണ് അദ്ദേഹം ചെയ്തത് എന്ന് പറഞ്ഞിട്ടില്ല. ഇൻവെസ്റ്റ്മെന്റിനെ പറ്റിയും സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയും പണത്തെ പറ്റിയുമൊക്കെ 1000 ബുക്കുകൾ എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിലും ഷട്ട് അപ്പ് ആൻഡ് വെയിറ്റ് എന്നതിനേക്കാൾ നല്ല ബുക്ക് വേറെയില്ല എന്നാണ് നമ്മുടെ എഴുത്തുകാരൻ പറഞ്ഞു വെക്കുന്നത്. ഒരു കാര്യം ആവർത്തിച്ച് ചെയ്താൽ അത് ഒരു കാലത്ത് പല മടങ്ങായി മാറും എന്നതാണ് മനസ്സിലാക്കേണ്ടത്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഒറ്റയടിക്ക് ലാഭം ഉപയോഗിക്കാൻ കഴിയാത്ത വലിയ പണം ഒരു ദുരന്തമായാണ് അവസാനിക്കുക. ഒരു നല്ല ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് നിങ്ങൾ എപ്പോഴും ശരിയായ തീരുമാനം എടുക്കണമെന്നില്ല. പക്ഷേ തിരിച്ചടി നേരിടാതിരിക്കണം. 1877-ൽ ജസ് ലിവർമോർ എന്നൊരു സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡർ ഉണ്ടായിരുന്നു.
1927 സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ഉണ്ടായപ്പോൾ പലരും ആത്മഹത്യയിൽ അഭയം പ്രാപിച്ചു. അതുകൊണ്ട് തന്നെ ജെസ്സിന്റെ അമ്മയും ഭാര്യയും പേടിയോടെയാണ് പലപ്പോഴും വീട്ടിൽ ജെസ്സിനായി കാത്തിരുന്നത്. എന്നാൽ ആ ആഴ്ചയിൽ തന്നെ ജെസ് $3 ബില്യൺ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും സമ്പാദിച്ചു. അതേ ദിവസം തന്നെ എബ്രഹാം ഗർമെൻസ്കി എന്നൊരു മൾട്ടി മില്യണയറായ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർ സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെട്ടതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തു. 1927 സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ലിവർമോറിനെ പണക്കാരനാക്കിയപ്പോൾ ഗർമെൻസ്കിയെ മരണത്തിലേക്ക് തള്ളിവിടുകയായിരുന്നു. ലിവർമോർ ഒരിക്കൽ വിജയിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പണം മുഴുവനായും സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിച്ചു. 1993 അതെല്ലാം നഷ്ടപ്പെട്ട് ലിവർമോറിന് 2 ദിവസത്തേക്ക് കാണാതായി. ഗർമെൻസ്കിയുടെ പാത അവസാനിച്ചിടത്ത് തന്നെ ലിവർമോറിന്റെ പാതയും അവസാനിക്കുകയായിരുന്നു. ലിവർമോർ ആത്മഹത്യ ചെയ്തു. ഇവർ 2 പേർക്കും പണക്കാരനാവുന്നത് എങ്ങനെയെന്ന് അറിയാമായിരുന്നു. പക്ഷെ പണക്കാരനായി ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ലായിരുന്നു. 2 പേരും 2 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരായിരുന്നു. എങ്കിലും പ്രധാന കാര്യം അറിയാതെ പോയി എന്നതാണ് ഇരുവരും ചെയ്ത തെറ്റ്. പണം സമ്പാദിക്കുന്നതും വിനിയോഗിക്കുന്നതും വ്യത്യസ്തമായ 2 കാര്യങ്ങളാണ്. പണത്തിനെ ഒറ്റ വാക്കിൽ സർവൈവൽ എന്ന് നിർവചിക്കാം. പണം സമ്പാദിക്കാൻ വലിയ റിസ്ക് എടുക്കേണ്ടി വരും, പല കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. എന്നാൽ പണം സേവ് ചെയ്യാൻ നമ്മൾ ഒരുപാട് റിസ്കുകൾ എടുക്കാൻ പാടില്ലെന്ന് മാത്രമല്ല, ഒതുക്കമുള്ള ജീവിതം നയിക്കുകയും വേണം. പലവിധ പ്രശ്നങ്ങളുള്ള ഈ ലോകത്ത് ആവശ്യമായ മനഃശക്തി നേടണമെങ്കിൽ 3 കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ആദ്യത്തെ, മനോഭാവം. അധിക ലാഭം വേണമെന്ന് ചിന്തിക്കാതെ തകരാത്ത സാമ്പത്തിക ഭദ്രത ഉണ്ടാവണം. എത്രത്തോളം സാമ്പത്തിക ഭദ്രതയുണ്ടോ അത് പല മടങ്ങായി ഇരട്ടിപ്പിക്കാം. ആർക്കാണ് വളരുന്ന ഒരു സ്റ്റോക്ക് നിർത്തിവെക്കാൻ തോന്നുക? ഉറപ്പായും ആർക്കും തോന്നില്ല. 2 സ്റ്റോക്കുകൾ ഒന്നിന് 1% റിട്ടേണും ഒന്നിന് 9% റിട്ടേണും കിട്ടിയാൽ എല്ലാവർക്കും 9%ത്തിലാവും കണ്ണ്. പക്ഷേ സ്റ്റോക്ക് വീഴുന്ന സമയത്ത് നമ്മുടെ പണം അവിടെ ഉണ്ടായാൽ നമ്മുടെ നഷ്ടം എത്ര വലുതായിരിക്കും എന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ യഥാർത്ഥത്തിൽ ലാഭം നോക്കാതെ പതിയെ പതിയെ വർഷങ്ങൾ എടുത്തു വളരുന്ന സ്റ്റോക്കിന്റെ പ്രോഫിറ്റ് 1% ആവില്ല, പല മടങ്ങാവും. കാരണം അത്തരം സ്റ്റോക്കുകൾ ഒരു ക്രാഷിൽ നഷ്ടങ്ങൾ ഉണ്ടാക്കാറില്ല. നഷ്ടം മാത്രം ഉണ്ടാക്കുന്ന കാലത്ത് ഒന്നു മാത്രം നഷ്ടപ്പെടാതിരിക്കുന്നുവെങ്കിൽ അതിനേക്കാൾ വലിയ വിജയം മറ്റൊന്നില്ല. രണ്ടാമത്തെ, മനോഭാവം. ഏതു കാര്യവും പ്ലാൻ ചെയ്യുക എന്നത് പ്രധാനമാണ്. എന്നാൽ അതിലുപരി പ്രധാനം ആ കാര്യം നമ്മൾ വിചാരിച്ചതുപോലെ നടന്നില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നത്. യു പ്ലാൻ, ഗോഡ് ലാഫ്. മനുഷ്യർ പദ്ധതിയിടുന്നു, ദൈവം ചിരിക്കുന്നു. സാമ്പത്തിക മേഖല എന്നത് ഈ പഴഞ്ചൊല്ലു പോലെയാണ്. നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് ആവശ്യമുള്ളതും നമ്മുടെ സാഹചര്യം നോക്കിയുള്ളതും മാത്രമാണ്. പക്ഷേ നമ്മുടെ പദ്ധതികളിൽ ഒട്ടുമിക്ക കാര്യങ്ങളും നടക്കാറില്ല. സെപ്റ്റംബർ 11 ഉണ്ടായ ഹൗസിംഗ് ബൂം കാരണം ഒരുപാട് അമേരിക്കൻസിന് തൊഴിൽ നഷ്ടപ്പെട്ടു. കണ്ണിൽ കാണാത്ത ഒരു കൊറോണ വൈറസ് ലോകത്തെ മുഴുവൻ വീടുകളിൽ അടച്ചിട്ടു. ഇതൊന്നും മനുഷ്യരുടെ പദ്ധതിയിൽ ഉൾപ്പെട്ടതായിരുന്നില്ല. എന്നുള്ള ജീവിതം ഇന്നു തന്നെ ജീവിക്കുന്നതാണ് ഏറ്റവും നല്ല തീരുമാനം. ഒരു നല്ല തീരുമാനം എടുക്കുമ്പോൾ ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്നല്ല കരുതേണ്ടത്. മറിച്ച് എന്ത് കാര്യത്തിലും പ്രശ്നമുണ്ടാവാൻ സാധ്യതയുണ്ടെന്ന കണക്കുകൂട്ടലാണ് ഉണ്ടാവേണ്ടത്. നമ്മൾ വളരെ സുരക്ഷിതമായിരുന്നാലും എല്ലാം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. സുരക്ഷിതരായിരുന്നാൽ നമ്മൾ റിസ്ക് എടുക്കില്ല, അടുത്ത ഘട്ടത്തിലേക്ക് വളരില്ല. മാത്രമല്ല, വളരാതെ ഇരിക്കുന്നതും ഒരു ആപത്തായി മാറിയേക്കാം. മൂന്നാമത്തെ, മനോഭാവം. നമുക്ക് ഭാവിയെക്കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കണം. അതേസമയം നല്ല കാലത്തേക്ക് എത്തുന്നതിൽ എന്താണ് നേരിടുന്ന തടസ്സം എന്നും നമ്മൾ തിരിച്ചറിയണം. വിശ്വാസം ഒരു നല്ല കാര്യമാണ്, പക്ഷേ എല്ലാം നല്ലത് മാത്രമേ നടക്കൂ എന്നത് നല്ല വിശ്വാസമല്ല. പ്രശ്നങ്ങൾ ഉറപ്പായും ഉണ്ടാകും, പക്ഷേ എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും അത് തരണം ചെയ്ത് മുന്നോട്ടു പോകും എന്നുള്ളതാണ് യഥാർത്ഥ വിശ്വാസം. പല വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് നല്ല ജോലി ഉണ്ടായിരുന്നില്ല എന്നും പലവിധ സാമ്പത്തിക വീഴ്ചകളും അതിനു പുറമെ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു എന്നതും വാസ്തവമല്ലേ? 20 വർഷത്തിനുള്ളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സുനാമി, 9/11 ആക്രമണം, 2008 സാമ്പത്തിക മാന്ദ്യം, കൊറോണ വൈറസ് എല്ലാം നമ്മൾ അതിജീവിച്ചു. ഈ ആശയങ്ങളെല്ലാം നമ്മൾ കൃത്യമായി വിനിയോഗിക്കാനാണ് പഠിക്കേണ്ടത്. പലപ്പോഴും പരാജയങ്ങൾ ഏറ്റുവാങ്ങിയാലും നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത അളവിൽ സമ്പാദിക്കാൻ കഴിയും. ലോകത്തിലെ തന്നെ അറിയപ്പെടുന്ന ഒരു ആർട്ട് ഡീലർ ആയിരുന്നു ഹെയ്ൻസ് ബർഗർ ഫ്ലോട്ട്. അദ്ദേഹം നാസി ജർമ്മനിയിൽ 1936 ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. 2000 അദ്ദേഹത്തിന്റെ കളക്ഷനിൽ ഉണ്ടായിരുന്ന ചിത്രങ്ങൾ വിറ്റതിൽ നിന്നും മാത്രം നേടിയ വരുമാനം 100 മില്യൺ യൂറോ ആയിരുന്നു.
പിക്കാസോയുടെ അടക്കമുള്ള അമൂല്യ ചിത്രങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ ശേഖരണത്തിൽ ഉണ്ടായിരുന്നത്. ആ കാലത്തിലെ വലിയ ഇൻവെസ്റ്റേഴ്സും ഡീലേഴ്സും അവരെ കൊണ്ട് പറ്റുന്ന എല്ലാ ആർട്ട് പീസസും വാങ്ങി സൂക്ഷിച്ചിരുന്നു. അന്നത്തെ പല ആർട്ട് പീസുകളും നഷ്ടത്തിലാണ് വിറ്റുപോയിരുന്നത്. കാലങ്ങൾക്ക് ശേഷം ബാക്കിയായ ആർട്ട് പീസുകളാണ് പിന്നീട് വലിയ തുകയ്ക്ക് വിറ്റുപോയതും വലിയ ലാഭം നേടിയതും. പല ഇൻവെസ്റ്റ്മെന്റിന്റെയും കാര്യത്തിൽ ഇത് തന്നെയാണ് സംഭവിക്കാറ്. വാൾട്ട് ഡിസ്നി ആരംഭിച്ച ഡിസ്നി സ്റ്റുഡിയോ എത്ര വലിയ കമ്പനിയാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ അവരുടെ തുടക്കത്തിനും വിജയത്തിനും പരസ്പര ബന്ധമേ ഇല്ല. ഡിസ്നിയുടെ ആദ്യ സ്റ്റുഡിയോ വലിയ നഷ്ടത്തിലും കടത്തിലുമായിരുന്നു. അവർ 400-ലധികം കാർട്ടൂണുകൾ ചെയ്തു വെച്ചിരുന്നു. മികച്ച ആ കാർട്ടൂണുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നുവെങ്കിലും അത് ചെയ്യാനായി വലിയ ചിലവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നഷ്ടവും വലുതായിരുന്നു. അടച്ചുപൂട്ടാൻ പോയ ഒരു കമ്പനി സ്നോ വൈറ്റ് ആൻഡ് 7 വാസ് എന്നൊരു കാർട്ടൂൺ അവസാനമായിട്ട് ചെയ്തു. 1938 സ്നോ വൈറ്റ് മാത്രം $8 മില്യൺ 6 മാസത്തിൽ സമ്പാദിച്ചു. അത് ഡിസ്നിയുടെ മുഴുവൻ കടങ്ങളും തീർത്തു. എല്ലാ സ്റ്റാഫിനും എക്സ്ട്രാ ബോണസ് കൊടുക്കുകയും സ്വന്തമായി ഒരു വലിയ സ്റ്റുഡിയോ വാങ്ങിക്കുകയും ചെയ്തു. 1938 അവർ പല മണിക്കൂർ ദൈർഘ്യമുള്ള കാർട്ടൂണുകൾ നിർമ്മിച്ചിരുന്നു. എന്നാൽ 83 മിനിറ്റ് ദൈർഘ്യമുള്ള സ്നോ വൈറ്റ് ആണ് അവരുടെ ജീവിതം മാറ്റിയത്. ജീവിതം നിർണയിക്കുന്ന അവസാന നിമിഷത്തെ ആ തീരുമാനമാണ് പലപ്പോഴും നമ്മൾ എടുക്കാത്തത്. ഇതിന് മറ്റൊരു ഉദാഹരണം കൂടിയുണ്ട്. വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് VC. ഒരു VC 2004 മുതൽ 2014 വരെ 21,000 വെഞ്ചർ ഫിനാൻസിംഗ് മാത്രമാവും ചെയ്തിട്ടുണ്ടാവുക. 65% പണവും അതിൽ നഷ്ടപ്പെട്ടിട്ടുമുണ്ടാവാം. 25% 10 മുതൽ 20 മടങ്ങ് വരെ ലാഭം തരും. 1% 5 മുതൽ 100 വരെ മടങ്ങ് ലാഭം തരുന്നത്. നമ്മുടെ കണ്ണിന് മുന്നിൽ കാണുന്ന പല ജോലികളും ആരംഭിക്കുന്നത് ഇവിടെ നിന്നുമാണ്. VC നോക്കിയാൽ അവരാണ് ഏറ്റവും റിസ്ക് ഉള്ള ബിസിനസ് ആണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ ഇവരിൽ നിന്നും പഠിക്കേണ്ട വിഷയം ഈ ലോകത്തിൽ എല്ലാം മാറ്റുന്ന തീരുമാനമാണ്. സ്റ്റോക്ക് മാർക്കറ്റ് ഇതേപോലെയാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന വലിയ ആളുകൾ എല്ലാ സ്റ്റോക്കിന്റെയും ചെറിയ ഭാഗം അവർ എടുത്തിട്ടുണ്ടാവും. അവർക്കറിയാം ഇൻവെസ്റ്റ് ചെയ്ത പണം പലതും തിരിച്ചു നേടാനേ പോകുന്നില്ലെന്ന്. പക്ഷേ ഇൻവെസ്റ്റ് ചെയ്ത 1-2 കമ്പനികൾ അവരുടെ പണം പല മടങ്ങ് ഇരട്ടിയാക്കി തിരിച്ചു കൊടുക്കും. ഇതിന്റെ മറ്റൊരു വശം കൂടി നോക്കാം. കരോൾകോ പിക്ചേഴ്സ് എന്നൊരു സിനിമ കമ്പനി ഉണ്ടായിരുന്നു. ടെർമിനേറ്റർ 2, ബേസിക് ഇൻസ്റ്റിങ്ക്ട്, ടോട്ടൽ റീകോൾ തുടങ്ങിയ സിനിമകൾ വലിയ വിജയം നേടി. $400 മില്യൺ ലാഭത്തിലുണ്ടായിരുന്ന കമ്പനി ഈ സിനിമകൾക്ക് ശേഷം വലിയ നഷ്ടത്തിലായി. 1996 കമ്പനിയുടെ സ്റ്റോക്ക് 0-ലേക്ക് വീണു. ആമസോൺ എന്ന ലോകത്തിലെ തന്നെ വലിയ കമ്പനിയുടെ 3/4 വളർച്ചയും വരുന്നത് ആമസോൺ വെബ് സർവീസും ആമസോൺ പ്രൈമും തുടങ്ങിയതിനു ശേഷമാണ്. ഇത് രണ്ടും തുടങ്ങുന്നത് ആമസോണിന്റെ അവസാനത്തിലാണ്. ആമസോൺ, ഫേസ്ബുക്ക്, ആപ്പിൾ എന്നീ കമ്പനികളുടെ ഒക്കെ ആക്സെപ്റ്റൻസ് റേറ്റ് പോയിന്റ് 1.2 ഒക്കെയാണ്. എന്നാൽ ആ കമ്പനികൾ തരാത്ത വിജയമോ കാണാത്ത ലാഭമോ ഇല്ല. ആമസോൺ ഫയർ സ്റ്റിക്ക് പോലെയോ ആമസോൺ ബേസിക് പോലെയോ ഉള്ള പലവിധ പ്രൊഡക്ഷൻസിൽ ആമസോൺ തോറ്റാൽ അതിൽ തെറ്റില്ല. ജോബ് സ്ട്രോസ് ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ തെറ്റാണോ ശരിയാണോ എന്നതിലല്ല കാര്യം, മറിച്ച് തെറ്റുപറ്റുമ്പോൾ എത്രത്തോളം പണം മുടക്കുന്നു എന്നതിലും ശരിയായി ഇരിക്കുമ്പോൾ എത്രമാത്രം സമ്പാദിക്കുന്നു എന്നതിലാണ് കാര്യം. സന്തോഷത്തോടെ ഇരുന്ന് എങ്ങനെ പണം സമ്പാദിക്കാം നമ്മൾ വിചാരിച്ചാൽ നമ്മുടെ സമയത്തെ പോലും നമുക്ക് വരുതിയിലാക്കാൻ കഴിയും. അതാണ് പണം നമുക്ക് തരുന്ന ഒരു അഡ്വാൻറ്റേജ്. നമ്മളെ കൊണ്ട് ഈ വിജയത്തിൽ എന്ത് വേണമെങ്കിലും നേടാൻ കഴിയുമെന്നതാണ് സത്യം. സന്തോഷം ഓരോ മനുഷ്യർക്കും വ്യത്യസ്തമാണെങ്കിലും നമ്മുടെ സന്തോഷം തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. നമുക്ക് വേണമെന്ന് തോന്നുന്ന ഏത് കാര്യവും നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് തന്നെ നേടാൻ കഴിയും എന്നതാണ് പണം നമുക്ക് തരുന്ന ഗുണം. 1910 ആംഗസ് ക്യാമറ എന്നൊരു സൈക്കോളജിസ്റ്റ് ഒരു റിസർച്ച് നടത്തിയിരുന്നു. ഡിപ്രഷൻ, ആങ്സൈറ്റി ഡിസോർഡർ, സ്കിസോഫ്രീനിയ ഒക്കെയുള്ള ആളുകളെ പറ്റി പഠിക്കുകയും ദി സയൻസ് ഓഫ് വെൽബീയിങ് ഇൻ അമേരിക്ക എന്നൊരു ബുക്ക് അദ്ദേഹം എഴുതുകയും ചെയ്തു. ഓരോ ആളുകളും ജനിച്ചു വളരുന്ന സ്ഥലം, സാഹചര്യം, പണം, അന്തസ്സ്, വിദ്യാഭ്യാസം എന്നതൊന്നുമായിരുന്നില്ല അവരുടെ സന്തോഷം നിർണയിച്ചിരുന്നത്. മറിച്ച് ജീവിതം അവരുടെ വരുതിയിലാക്കുക എന്നതിൽ മാത്രമായിരുന്നു അവർ സന്തോഷം കണ്ടെത്തിയിരുന്നത്. പണം കൊണ്ട് മാത്രം നമുക്ക് എല്ലാം നേടാൻ കഴിയില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തെ നിർണയിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നത് പണമാണ്. സമയത്തിനനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്താൻ വേണ്ടുന്ന ശ്രമം ഒട്ടും ചെറുതല്ല.
ഒരാൾ അയാളുടെ വീട്ടിലേക്ക് ആവശ്യമായ ഭക്ഷണം തയ്യാറാക്കിയും വീട്ടുജോലികൾ ചെയ്തതിനു ശേഷമാണ് ജോലിക്ക് പോകുന്നത് എന്ന് കരുതുക. ആ വ്യക്തി വീട്ടുജോലികൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന സമയവും ആരോഗ്യവും അയാളുടെ തൊഴിലിനെ ബാധിച്ചേക്കാം. പകരം അയാൾക്ക് മറ്റൊരാളെ വീട്ടുജോലികൾക്കായി ഒരാളെ നിയമിക്കാൻ കഴിയുകയാണെങ്കിൽ അയാൾക്ക് ലാഭിക്കാൻ കഴിയുന്ന സമയം കുട്ടികൾക്കൊപ്പം ചിലവിടാനോ വിശ്രമിക്കാനോ അധികമായി സമ്പാദിക്കാനോ ഒക്കെ വിനിയോഗിക്കാം. പണം കൊണ്ട് മാത്രം എല്ലാം നേടാൻ കഴിയുമെന്നില്ല. മറിച്ച് പണം ചേർത്ത് വെക്കാൻ കഴിഞ്ഞാൽ ആരോഗ്യ പ്രശ്നങ്ങൾ വന്നാൽ വിശ്രമിക്കാനോ ഭക്ഷണം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പുറത്തു നിന്ന് കഴിക്കാനോ ഒക്കെ കഴിയും. നമ്മുടെ സാഹചര്യങ്ങളെല്ലാം ഒത്തുവരികയും വേണം. നിറയെ പണം ഉണ്ടാക്കിയിട്ടും അത് വിനിയോഗിക്കാൻ കഴിയുന്ന ചുറ്റുപാടോ സാഹചര്യമോ ഉണ്ടായില്ലെങ്കിൽ പണം കൊണ്ട് ഒരു ഉപയോഗമില്ലല്ലോ. നമ്മൾ ജീവിതത്തിൽ ഒരു വാഹനത്തിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കും പോലെയാണ്. നമ്മൾ ജീവിതം ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കാറ് നമ്മുടെ കൺട്രോളിൽ അല്ലെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടന്നാൽ പോലും ചില കാര്യങ്ങൾ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നമ്മുടെ സന്തോഷം പൂർത്തിയാവില്ലല്ലോ. അത്തരം സാഹചര്യങ്ങളിലാണ് പണത്തിന്റെ പ്രാധാന്യം നമ്മൾ അറിയുന്നത്. ജോൺ ഡി റോക്ക് ഫെല്ലർ എന്നൊരു ബിസിനസ്സുകാരനുണ്ടായിരുന്നു. അദ്ദേഹം കൂടെ ജോലി ചെയ്യുന്ന എല്ലാവരെയും സംസാരിക്കാൻ അനുവദിച്ച് അതെല്ലാം ശ്രദ്ധിച്ചു കേട്ട ശേഷം ഏറ്റവും ഒടുവിൽ മാത്രമാണ് നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നത്. കാണുന്ന ഒരാൾക്ക് അദ്ദേഹം ഇത് വെറുതെ ചെയ്യുകയാണ് എന്ന തോന്നലുണ്ടായിരുന്നു. എന്നാൽ റോക്ക് ഫെല്ലറിന്റെ ബുദ്ധി സദാ പ്രവർത്തിച്ചിരുന്നു. ഏതൊരു കാര്യവും തീരുമാനിക്കും മുമ്പ് നന്നായി ആലോചിച്ച ശേഷം മാത്രമേ അദ്ദേഹം പ്രാവർത്തികമാക്കുകയുള്ളൂ. അതേപോലെ ഇന്നത്തെ അധിക ജോലികളും റോക്ക് ഫെല്ലർ ചെയ്തിരുന്ന പോലെ സദാസമയവും ബുദ്ധി പ്രവർത്തിപ്പിക്കേണ്ടതാണ്. നമ്മുടെ ഓഫീസ് ജോലി കഴിഞ്ഞ ശേഷവും നമ്മുടെ ജോലി നമ്മുടെ മനസ്സിനെ നമ്മുടെ ബുദ്ധിയെ ഒക്കെ അലട്ടുന്നുണ്ട്. ഇതിന് എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? 30 Lessons for Living എന്നൊരു ബുക്ക് കോൾ പിൽമർ എഴുതിയിട്ടുണ്ട്. ആ ബുക്കിൽ പണം സമ്പാദിച്ചിട്ടുണ്ടാക്കേണ്ട നേട്ടത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടേയില്ല. അനുഭവസമ്പന്നരായ മനുഷ്യരും ലോകം കണ്ട അറിവുള്ള ആളുകളും ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാറില്ല. എല്ലാ മനുഷ്യർക്കും ആവശ്യമുള്ള ഒരു കാര്യം നല്ലൊരു സുഹൃത്താണ്. നമ്മുടെ ചുറ്റുമുള്ളവർക്കും വേണ്ടത് നമ്മുടെ സാന്നിധ്യമാണ്, നമ്മുടെ സമയമാണ് എന്നാണ് പിൽമർ പറയുന്നത്. ഇതിനെല്ലാം വേണ്ടത് സമയമാണ്. സമയമുണ്ടാവാൻ വേണ്ടത് സ്വാതന്ത്ര്യവും ആ സമയവും സ്വാതന്ത്ര്യവും നമുക്ക് എപ്പോഴും നേടിത്തരുന്നത് പണമാണ്. സമ്പാദ്യം ലാഭമാണോ നഷ്ടമാണോ തരിക? നമ്മൾ നമുക്കായി പ്രധാനപ്പെട്ടതെന്ന് കരുതി സ്വന്തമാക്കി വെച്ചിരിക്കുന്ന പലതും മറ്റൊരാൾക്ക് അത്ര പ്രധാനപ്പെട്ടതാവില്ല. നമ്മൾ പല വിധത്തിലുള്ള സാധനങ്ങൾ സ്വന്തമാക്കാറുണ്ട്. വാച്ച്, കാറ്, ബൈക്ക്, ഹെഡ്ഫോൺ, വീട് എന്നിങ്ങനെ പലവിധ സാധനങ്ങൾ വാങ്ങാറുണ്ട്. എന്നാൽ അതിലൊന്നും നമ്മൾ തൃപ്തിപ്പെടാറില്ല. വീണ്ടും വീണ്ടും നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. ഒരു വില കൂടിയ ബൈക്ക് നമ്മൾ സ്വന്തമാക്കണം എന്ന് ആഗ്രഹിക്കുന്നത് അതിന്റെ സൗകര്യങ്ങൾ കൊണ്ട് മാത്രമാവില്ല. ആ ബൈക്കിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ചുറ്റുമുള്ളവർ നമ്മളെ ശ്രദ്ധിക്കും എന്നതുകൊണ്ട് കൂടിയാണ്. എല്ലാവരും അങ്ങനെയാണ് അല്ലെങ്കിലും പലരും അങ്ങനെയാണ്. നമുക്ക് ശരിക്കും അത്യാവശ്യമായി വേണ്ടത് സുരക്ഷിതമായ വീടും കാറും വാച്ചും മാത്രമാണെന്ന് കരുതുന്നുണ്ടോ? അല്ല. ഇതെല്ലാം സ്വന്തമാക്കുന്നത് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ കൂടിയാണ്. നിങ്ങൾ ഒരു വലിയ കാര്യം നേടുകയോ നല്ലൊരു കാര്യം ചെയ്യുകയോ ചെയ്തതിന്റെ പേരിൽ നിങ്ങൾ നടന്നു പോകുന്ന വഴിക്ക് കുറച്ച് ആളുകൾ വന്ന് അഭിനന്ദിക്കുന്നു എന്ന് കരുതുക. ആ സമയം നിങ്ങളുടെ വലിയ വീടിനെ കുറിച്ചോ നിങ്ങളുടെ കാറിനെ കുറിച്ചോ നിങ്ങൾ ചിന്തിക്കുകയില്ല. കാരണം ആളുകൾ നിങ്ങളുടെ മികവിനെ മാത്രമാണ് നോക്കിക്കാണുന്നത്. ഒരു മനുഷ്യന് ആവശ്യം സാധനങ്ങളല്ല, മറിച്ച് മറ്റുള്ളവരിൽ നിന്നും ലഭിക്കുന്ന ബഹുമാനവും സ്നേഹവും കരുണയും ഒക്കെയാണ്. നമുക്ക് അത്യാവശ്യമെന്ന് കരുതുന്ന പല വസ്തുക്കളും നമ്മുടെ ജീവിതത്തിൽ അത് അത്ര പ്രധാനപ്പെട്ടതൊന്നുമല്ല. നമുക്ക് സാധനങ്ങളൊന്നും ആവശ്യമില്ല എന്നല്ല പറയുന്നത്, മറിച്ച് ഒരാൾക്ക് അത്യന്തികമായി എന്താണോ വേണ്ടത് അതിനായി പരിശ്രമിക്കണം എന്നാണ് പറയുന്നത്. ഒരാൾക്ക് ആദരവാണ് വേണ്ടതെങ്കിൽ ഒരു ഫെറാറി കാർ സ്വന്തമാക്കുകയല്ല, മറിച്ച് സ്നേഹവും കരുണയും നേതൃത്വ ഗുണവും ഒക്കെയാണ് വേണ്ടത്. സാധനങ്ങൾ കൊണ്ടുണ്ടാകുന്ന വൈരുദ്ധ്യങ്ങൾ. നമ്മുടെ കയ്യിലുള്ള പണത്തിന്റെ പവർ മറ്റുള്ളവർക്ക് മുന്നിൽ കാണിക്കാനായി ചിലവിടുക എന്നതാണ് ദരിദ്രനാവാനുള്ള ഏറ്റവും നല്ല വഴി. പണം ഈ ലോകത്തിന് പല വിധത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ കാണിച്ചു കൊടുക്കാറുണ്ട്. അതിൽ പ്രധാനമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കണ്ണിൽ കാണാത്തതാണ് ഒരാളുടെ ഏറ്റവും മികച്ച സ്വത്ത് എന്നത്. നമ്മുടെ എഴുത്തുകാരൻ മോർഗൻ ഹൗസലിന് കാർ മേൽനോട്ടക്കാരൻ ആയിരിക്കുന്നത് വലിയ ഇഷ്ടമായിരുന്നു. അതിന് കാരണം അങ്ങനെ ഒരാൾക്ക് പല വിധത്തിലുള്ള വില കൂടിയ കാറുകൾ ഓടിക്കാൻ കഴിയുമെന്നതാണ്. ആ കാലത്ത് അദ്ദേഹം കണ്ടുമുട്ടിയ ആളാണ് റോജർ. റോജറിന്റെ കയ്യിൽ ഒരു പുതിയ പോർഷെ കാർ ഉണ്ടായിരുന്നു. ആ കാറ് കണ്ട് എല്ലാവരും
അദ്ദേഹം വലിയ പണക്കാരനാണെന്ന് കരുതി ഒരു മാസം കഴിഞ്ഞപ്പോൾ റോജർ അയാളുടെ പഴയ കാറ് തന്നെ ഓടിക്കാൻ തുടങ്ങി. അതിനു കാരണം മോർഗൻ അന്വേഷിച്ചപ്പോൾ കാറ് ലോൺ അടയ്ക്കാൻ പറ്റാത്തത് കൊണ്ടാണെന്നായിരുന്നു റോജറിന്റെ മറുപടി. എന്നാൽ ഈ ഒരു കാരണം ആലോചിച്ച് റോജറിന് ഒരിക്കലും അപമാനം തോന്നിയിരുന്നില്ല. ഒരാൾ 1,00,000 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിച്ചാൽ അയാൾ 1,00,000 രൂപ കയ്യിലുള്ള ആളാണെന്നല്ല അർത്ഥം. മറിച്ച് അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും 1,00,000 രൂപ കുറഞ്ഞു എന്നാണ്. അയാളുടെ മുമ്പുണ്ടായിരുന്ന സ്വത്തിനേക്കാൾ കുറഞ്ഞ അളവ് സ്വത്ത് മാത്രമേ അയാളുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളൂ എന്നാണ്. ഒരാളുടെ സ്വത്ത് നമ്മുടെ കണ്ണിൽ കാണാത്തതാണ്. നമ്മൾ സമ്പാദിക്കുന്ന പണം നമ്മൾ ശരിയായി വിനിയോഗിച്ചില്ലെങ്കിൽ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ലോക പ്രശസ്ത അഭിനേതാവായ ജോണി ഡെപ്പ്. ഇതേപോലെ പല ഉദാഹരണങ്ങളുമുണ്ട്. നമ്മുടെ സമൂഹത്തിൽ പണമുള്ളവരും സുഖമായി ജീവിക്കുന്ന ഒരാളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഒരാൾ പണം കൊടുത്ത് ഏറ്റവും മികച്ചൊരു സ്പോർട്സ് കാർ വാങ്ങുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ അയാൾ തന്റെ വരുമാനത്തെക്കാൾ വലിയൊരു തുക ബാധ്യത തീർക്കാനായി അടയ്ക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അത് വലിയ മണ്ടത്തരമാണ്. അവർ പണക്കാരല്ല. നമ്മളിൽ പലരും തടി കുറയ്ക്കാനായി ഡയറ്റിങ്ങും എക്സസൈസും ചെയ്യാറുണ്ട്. നമ്മൾ 1 മണിക്കൂർ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ കാലറി ബേണായി തടി കുറയുന്നു. എന്നാൽ എക്സസൈസ് ചെയ്ത ശേഷം തന്നെ ഇഷ്ടമുള്ളതൊക്കെ എല്ലാ ദിവസവും കഴിച്ചാൽ തടി കുറയുമോ? ഇതേപോലെ തന്നെയാണ് പണക്കാരായി ഇരിക്കുന്നത്. നിങ്ങൾ സമ്പാദിക്കുന്നതൊക്കെയും ചിലവാക്കി ജീവിക്കുന്നത് നമ്മുടെ സ്വത്തിന്റെ ആരോഗ്യത്തിന് ഒട്ടും നല്ലതല്ല. നമ്മൾ ജീവിതത്തിൽ എന്ത് നേടണമെന്ന് കരുതിയാലും അതിന് മിതത്വവും ക്ഷമയും ആവശ്യമാണ്. ചില ആളുകൾക്ക് വലിയ വീടും കാറും ഒക്കെ ഉണ്ടാകും. പക്ഷെ അവരുടെ സേവിങ്സ് എത്രയുണ്ടെന്ന് നമുക്കറിയില്ല. എല്ലാവർക്കും പണക്കാരനാവണം എന്ന് ആഗ്രഹമുണ്ടാകും. എന്നാൽ ഒരു പണക്കാരനാവാൻ എന്ത് ചെയ്യണമെന്ന് നമുക്കറിയില്ല. അതേപോലെ പണക്കാരനായാൽ നമ്മൾ പണം ചിലവാക്കണമെന്നാണ് പലരുടെയും ധാരണ. ആ ഒരൊറ്റ കാര്യമാണ് പണക്കാരനാവുന്നതിൽ നിന്നും നമ്മളെ തടയുന്നത്. റൊണാൾഡ് റീഡ് മരിച്ച ശേഷം ലോകം മുഴുവൻ അദ്ദേഹത്തെ ഒരു ഫിനാൻഷ്യൽ റോൾ മോഡലായി ആഘോഷിക്കുന്നുണ്ട്. പക്ഷേ ജീവിച്ചിരുന്നപ്പോൾ ഒരു റോൾ മോഡലായെന്നും ആരും അദ്ദേഹത്തെ കണക്കാക്കിയിട്ടില്ല. അദ്ദേഹത്തിന് എത്ര സ്വത്തുണ്ടായിരുന്നു എന്ന് ആർക്കും അറിയില്ലായിരുന്നു. നമ്മുടെ കണ്ണിൽ കാണാത്ത കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നത് വലിയ പാടാണ്. പക്ഷേ അത് പഠിച്ചെടുത്ത് പ്രാവർത്തികമാക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ലക്ഷ്യത്തിലേക്കും ആഗ്രഹ പൂർത്തീകരണത്തിലേക്കും എത്താം. ഇപ്പൊ പണം ചെലവഴിക്കുന്നത് നല്ലതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ പണം കൊണ്ട് സമ്പാദ്യത്തെക്കുറിച്ച് 3 തരം മനോഭാവങ്ങളുള്ള മനുഷ്യരാണ് നമ്മുടെ ലോകത്തുള്ളത്. പണം സമ്പാദിക്കുന്നവർ, പണം സമ്പാദിക്കാൻ കഴിയില്ലെന്ന് കരുതുന്നവർ, പണം സമ്പാദിക്കേണ്ട ആവശ്യമേ ഇല്ലെന്ന് കരുതുന്നവർ. പണം സമ്പാദിക്കാൻ കഴിയില്ലെന്ന് കരുതുന്നവർക്കും അതിന്റെ ആവശ്യമില്ലെന്ന് കരുതുന്നവർക്കുമുള്ളതാണ് ഇപ്പോൾ പറയുന്ന വിഷയം. ആദ്യത്തെ ഐഡിയ 1970-കളിൽ എണ്ണ ലോകത്തിനു മുന്നിൽ ആവശ്യമായി വന്നു. പക്ഷെ ആ കാലത്ത് തന്നെയായിരുന്നു എണ്ണയ്ക്ക് ക്ഷാമം നേരിട്ടതും. എന്നാൽ ലോകം മുഴുവൻ അതിനെയൊക്കെ അതിജീവിച്ചു. പുതിയ എണ്ണ കിണറുകൾ കണ്ടെത്തിയത് കൊണ്ടാണോ? അല്ല. ആ കാലത്ത് വന്ന വീടും വാഹനങ്ങളും എണ്ണ ആവശ്യമായ എല്ലാ യന്ത്രങ്ങളും കൂടുതൽ കാര്യക്ഷമമായി നിർമ്മിക്കപ്പെട്ടത് കൊണ്ടാണ്. അതുകൊണ്ടാണ് എണ്ണ ലാഭിച്ച് ക്ഷാമത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധിച്ചത്. 1970 നിന്നും ഇപ്പോഴുള്ള കാലഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ എണ്ണ ഉപയോഗം 2-3 ഇരട്ടിയായി മാറിയിട്ടുണ്ട്. ഇതിൽ നിന്നും ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് പുതിയൊരു കാര്യം കണ്ടെത്താൻ പറ്റിയില്ലെങ്കിലും ഉള്ള റിസോഴ്സിനെ ശരിയായി വിനിയോഗിക്കാൻ കഴിഞ്ഞാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താം. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിൽ നിന്നും വരുന്ന റിട്ടേൺസോ നിങ്ങൾ സമ്പാദിക്കുന്ന പണമോ കാലങ്ങളോളം നിങ്ങൾക്ക് ഉപകാരപ്പെടുമോ? ഇല്ല. നിങ്ങളുടെ കൺട്രോളിലുള്ള പണം മാത്രമാണ് നിങ്ങളുടെ സമ്പാദ്യമായി മാറുകയുള്ളൂ. ചിലവ് ചെയ്തതിനു ശേഷവും അവസാനിക്കുന്ന പണം മാത്രമാണ് നിങ്ങളുടെ സമ്പാദ്യമായി മാറുകയുള്ളൂ. നിങ്ങളുടെ കയ്യിൽ വലിയ ശമ്പളമില്ലെങ്കിലും നിങ്ങൾക്ക് പണക്കാരനായി മാറാൻ കഴിയും. പക്ഷേ നിങ്ങൾക്ക് വലിയ ശമ്പളം ഉണ്ടായിട്ടും സമ്പാദിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും പണക്കാരനാവില്ല. രണ്ടാമത്തെ പ്രധാന കാര്യം, നമ്മുടെ സ്വത്തിന്റെ മൂല്യം എന്നത് നമ്മുടെ ആവശ്യം എന്താണ് എന്നതിനനുസരിച്ചാണ്. ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത സ്റ്റോക്കിന് 1 വർഷം ലഭിക്കുന്ന റിട്ടേൺസ് 8% എന്ന് കരുതുക. എന്റെ സുഹൃത്തിന് റിട്ടേൺ 12%. എന്നേക്കാൾ നല്ല ഇൻവെസ്റ്റർ ആയിരിക്കും എന്റെ സുഹൃത്ത്. എനിക്കും എന്റെ സുഹൃത്തിനും ഒരേ ശമ്പളമാണെന്ന് കരുതുക. എന്റെ വീട്ടിലെയും എന്റെ ആവശ്യങ്ങൾ എന്റെ സുഹൃത്തിനേക്കാൾ ചെറുതാണെങ്കിലും എന്റെ പണം മുഴുവൻ ഞാൻ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ആർക്കാ അധികം സ്വത്തുണ്ടാവുക? ഉറപ്പായും എനിക്ക് തന്നെയാണ്. ഞാൻ എന്റെ സുഹൃത്തിന്റെ അത്ര എക്സ്പേർട്ട് അല്ലെങ്കിൽ പോലും എനിക്ക് വരുന്ന ലാഭം വലുതായിരിക്കും. അതിന് കാരണം എനിക്ക് ആവശ്യങ്ങൾ കുറവാണ് എന്നതാണ്. നമ്മുടെ ആവശ്യങ്ങൾ എത്രത്തോളം ചെറുതാണോ
അത്രത്തോളം നമ്മുടെ സ്വത്ത് വലുതാവും. ഈ ഒരു കാരണം കൊണ്ട് തന്നെ നമ്മൾ പണം സമ്പാദിക്കാൻ പഠിച്ചിരിക്കണം. മൂന്നാമത്തെ പ്രധാന കാര്യം, നമ്മുടെ ജീവിതത്തിൽ അടിസ്ഥാനപരമായ ചില കാര്യങ്ങളുണ്ട്. അതിനായി നമുക്ക് പണം ആവശ്യമുണ്ട്. അടിസ്ഥാനപരമായി ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യങ്ങളല്ലാതെ നമുക്ക് വേണമെന്ന് കരുതുന്ന ഒന്നും യഥാർത്ഥത്തിൽ നമുക്ക് ആവശ്യമുള്ളതാവില്ല. ഈ ഒരു കാരണം കൊണ്ടാണ് നല്ല വരുമാനം ഉണ്ടായിട്ട് പോലും പലർക്കും പണം സമ്പാദിക്കാൻ കഴിയാതെ പോകുന്നത്. നമുക്ക് എത്ര സമ്പാദിക്കാൻ കഴിയുമെന്ന് നമ്മൾ കരുതുന്നുവോ അതിനേക്കാൾ അധികമായി നമുക്ക് സമ്പാദിക്കാൻ കഴിയും. ആർക്ക് വേണമെങ്കിലും ഉള്ള വരുമാനത്തിൽ നിന്ന് സമ്പാദിക്കാൻ കഴിയും. വേണമെങ്കിൽ മുഴുവൻ തന്നെ സമ്പാദിക്കാം. പണം എന്നത് നമ്മുടെ മനോഭാവത്തെ സംബന്ധിച്ച ഒരു വിഷയമാണ്. പണം സമ്പാദിക്കാൻ ഒരു കാരണവും ആവശ്യമില്ല. നമ്മൾ ഒരു വീട് വാങ്ങാനോ കാറ് വാങ്ങാനോ വാച്ച് വാങ്ങാനോ എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ നമുക്ക് ഈസിയായി കാരണം കണ്ടെത്താൻ പറ്റും. എന്നാൽ പണം സമ്പാദിക്കാൻ മാത്രം നമുക്ക് കാര്യങ്ങൾ ഉണ്ടാവില്ല. നമ്മൾ സമ്പാദിക്കുന്ന പണം നമുക്ക് ഏത് സാഹചര്യത്തിൽ വേണമെങ്കിലും ഉപകാരപ്പെടാം. കാരണമില്ലാതെ പണം സമ്പാദിക്കുമ്പോൾ മാത്രമാണ് പണത്തിന്റെ മതിപ്പും അത് ഉപയോഗിച്ച് എങ്ങനെ സമ്പാദിക്കാമെന്ന് ആലോചിക്കുകയുള്ളൂ. സോ പണം സമ്പാദിക്കാൻ നമുക്ക് കാരണമൊന്നും ആവശ്യമില്ല. ആവശ്യ സമയത്ത് ഉപയോഗിക്കാൻ കഴിയുക എന്നതാണ് പണത്തിന്റെ പ്രധാന ഉപയോഗം. നമ്മൾ പണം സമ്പാദിച്ചാൽ മാത്രമേ നമ്മുടെ പണം വളരുകയുള്ളൂ. നമ്മൾ കാരണമില്ലാതെ സമ്പാദിച്ച പണം ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഘട്ടങ്ങളിൽ ഉപകാരപ്പെടും. അത് നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാം. അങ്ങനെ ചിന്തിക്കാത്തത് കൊണ്ടാണ് പലരും ജീവിതത്തിൽ ഒരേ ഇടത്തിൽ തന്നെ നിന്നു പോകുന്നത്. നമുക്കൊരു നേട്ടം ഉണ്ടാവണമെങ്കിൽ അധ്വാനശീലവും അറിവും ബുദ്ധിയും മാത്രം മതിയാവില്ല. പകരം ചില കാര്യങ്ങൾ ഒഴിവാക്കുകയും വേണ്ടാന്ന് വെക്കുകയും വേണം. അതുകൊണ്ട് തിരിച്ചു കിട്ടുന്ന ലാഭം വളരെ വലുതാണ്. കയ്യിൽ കിട്ടാത്ത വരമാണ് സമയം എന്നത്. ആ വരം നമുക്ക് വരുതിയിലാക്കാൻ കഴിയുന്നത് പണം കൊണ്ട് മാത്രമാണ്. ഈ ഒരു കാരണം കൊണ്ട് നമ്മൾ പണം സമ്പാദിക്കണം. യുക്തിസഹമായി ചിന്തിക്കുന്നതിലുപരി ഒരു വിഷയം എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് കാര്യകാരണങ്ങൾ അവലോകനം ചെയ്ത് മനസ്സിലാക്കുക എന്നത് വളരെ പ്രധാനമാണ്. നമ്മൾ ഒരു സ്പ്രെഡ്ഷീറ്റോ മെഷീനോ അല്ല. വികാര വിചാരങ്ങളുള്ള മനുഷ്യരാണ്. നമ്മൾ എത്രയൊക്കെ ശരിയാണെന്ന് ചിന്തിച്ചാലും അത് തെറ്റാവാനും എത്രയൊക്കെ സന്തോഷിച്ചാലും ദുഃഖിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. ഇത് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാറില്ല. പക്ഷേ നമ്മൾ കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കിയാൽ ഓരോ തീരുമാനങ്ങളും ചിന്തിച്ച ശേഷം മാത്രമേ കൈക്കൊള്ളുകയുള്ളൂ. എന്തൊക്കെ എങ്ങനെയൊക്കെ നടക്കുമെന്ന് നമ്മൾ കണക്ക് കൂട്ടണം. ഇത്ര നാളുകൾ കൊണ്ട് ഇത്ര പണം സമ്പാദിക്കണം, ഇന്നിന്ന കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ആലോചിക്കുന്നതിന് പകരം നമുക്ക് യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടതെന്നും നമ്മുടെ ശാരീരിക മാനസിക ആരോഗ്യസ്ഥിതി എന്താണെന്നും നമ്മുടെ ചുറ്റുമുള്ളവരുടെ ആവശ്യം എന്താണെന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. 19-ാം നൂറ്റാണ്ടിൽ ജൂലിയസ് വാഗ്നർ ജോറക് എന്നൊരു സൈക്കാട്രിസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ഒരു മണ്ടനായാണ് അന്ന് പലരും കണക്കാക്കിയിരുന്നത്. ആ കാലഘട്ടത്തിലാണ് സിഫിലിസ് എന്ന അസുഖം പടർന്നു പിടിച്ചത്. അതിന് മരുന്ന് കണ്ടുപിടിക്കാൻ ശാസ്ത്രത്തിന് പെട്ടെന്ന് കഴിഞ്ഞില്ല. വാഗ്നർ ജോറക് ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി അവസാനം സിഫിലിസിനെ പിടിച്ചുകെട്ടാനുള്ള വഴി കണ്ടെത്തി. മലേറിയയും ടൈഫോയിഡും കാരണം ഉണ്ടാകുന്ന പനിക്ക് സിഫിലിസിനെ ഇല്ലാതാക്കാനുള്ള ശക്തിയുണ്ടെന്ന് അദ്ദേഹം തെളിയിച്ചു. പലരും ഈ പരീക്ഷണത്തിനിടയിൽ മരണപ്പെട്ടു. പക്ഷെ മലേറിയയുടെ ശക്തി കുറഞ്ഞ വൈറസ് ഉപയോഗിച്ച് സിഫിലിസ് ബാധിച്ച 10-ൽ 6 പേർക്ക് അസുഖം ഭേദമായി. ഇതിന് വാഗ്നർ ജോറക് മലേറിയ തെറാപ്പി എന്ന് പേരിട്ടു. ഈ കണ്ടെത്തലിനായിരുന്നു അദ്ദേഹത്തിന് 1927-ൽ നോബൽ സമ്മാനം ലഭിച്ചത്. പനിയെ എല്ലാവരും ഭയപ്പെടുന്ന കാലത്ത് അതേ പനിയെ ഉപകാരമാക്കാനുള്ള കാര്യമായി വാഗ്നർ ജോറക് മാറ്റിയെടുത്തു. പനി ശരീരത്തിന് ആവശ്യമുള്ള ഒരു കാര്യമായിട്ടും എന്തുകൊണ്ടാണ് നമ്മൾ പനിയെ ഭയക്കുന്നത്? കാരണം സിമ്പിൾ ആണ്. പനി കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് ഇഷ്ടമല്ല. പനിയുടെ ഗുണമൊന്നും നമ്മൾ അപ്പോൾ ചിന്തിക്കാറേ ഇല്ല. ഇതുകൊണ്ടാണ് യുക്തിസഹമായി ചിന്തിക്കാതെ പ്രായോഗികമായി ചിന്തിക്കണം എന്ന് പറയുന്നത്. ഇത് പണത്തിന്റെ കാര്യത്തിലും വളരെ പ്രധാനമാണ്. ഇപ്പോൾ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കമ്പനിയിൽ നിക്ഷേപിക്കുകയാണെന്ന് കരുതുക. ആ കമ്പനിക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കമ്പനിയേക്കാൾ വലിയ റിട്ടേൺസ് ഉണ്ടെന്ന് കരുതുക. പക്ഷേ എപ്പോഴെങ്കിലും കമ്പനി ക്രാഷ് ആയാൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട പണവും നിങ്ങളുടെ സ്വസ്ഥത ഇല്ലാതാക്കും. ഇതേ കാര്യം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമ്പനിയിൽ പണം നിക്ഷേപിച്ച ശേഷമാണ് സംഭവിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അത്രയും വിഷമം ഉണ്ടാവില്ല. കാരണം ആ കമ്പനിയിൽ പണം നിക്ഷേപിക്കാൻ നിങ്ങൾക്ക് ഒരു കാരണമുണ്ടായിരുന്നു എന്നതുകൊണ്ടാണ്. ഇതുകൊണ്ടാണ് യുക്തിസമായ ഒരു കാര്യം ചെയ്യുന്നതിന് പകരം കാരണത്തോടെ ചെയ്യണം എന്ന് പറയുന്നത്. ഇത് പണത്തിന്റെ ലോകത്ത് വളരെ പ്രധാനമാണ്. ചില കാര്യങ്ങൾ നമ്മുടെ കണക്കുകൂട്ടലുകളിൽ ശരിയായിരിക്കും, പക്ഷെ അതേ കണക്ക് ജീവിതത്തിൽ ശരിയായി വരണമെന്നില്ല. ജീവിതത്തിൽ കാരണം എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
നമ്മുടെ ഭാവി എന്താണെന്ന് അറിയില്ല എന്ന് പറയുന്നത് ഒരു സത്യമാണെങ്കിലും അത് ഭയമുണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. സ്റ്റോക്ക് മാർക്കറ്റ് എന്നത് അപകടം നിറഞ്ഞ ഒരു മേഖലയാണ്. ജീവിതവും അങ്ങനെ തന്നെയാണ്. പക്ഷേ നമുക്കെല്ലാവർക്കും ജീവിതം മുന്നോട്ട് എന്താണ് എന്നറിയണം. അടുത്ത വർഷത്തെ സ്റ്റോക്ക് മാർക്കറ്റ് പ്രവചിക്കണം. ജീവിക്കുന്നതിന് ഒരു കാരണമുണ്ടാവുക എന്നതാണ് മനുഷ്യ സഹജമായ. വാൻഗാർഡിന്റെ ഫൗണ്ടർ ജോൺ സി ബോഗിൽ എപ്പോഴും ലോ കോസ്റ്റ് ഇൻഡെക്സിൽ മാത്രമേ പണം നിക്ഷേപിച്ചിരുന്നുള്ളൂ. പക്ഷേ അദ്ദേഹത്തിന്റെ മക്കൾ ഹെഡ്ജ് ഫണ്ട് മാനേജറായും മ്യൂച്വൽ ഫണ്ട് മാനേജറായും വന്നപ്പോൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ലെന്നും മാക്സിന്റെ അരിത്തമെറ്റിക് റൂൾസ് ഒന്നും പിന്തുടരുന്നില്ല എന്നും പറഞ്ഞ് ജോൺ സി ബോസ് പിന്നീട് അതിൽ പണം ഇൻവെസ്റ്റ് ചെയ്തു. ഇത് എന്തുകൊണ്ടാണെന്ന് പലരും ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, ചില കാര്യങ്ങൾ ചെയ്യുന്നത് കുടുംബത്തിനു വേണ്ടി കൂടിയാണെന്നും ചില കാര്യങ്ങൾ ജീവിതം പോലെ തന്നെ അസ്ഥിരമാണെന്നുമാണ്. ചരിത്രം എന്നത് നമ്മളുടെ ജീവിതം എങ്ങനെ മാറുന്നു എന്ന് പഠിക്കാനുള്ള ഒരു ആയുധമാണ്. നമ്മുടെ പഴയ കാലത്ത് നടന്ന കാര്യങ്ങൾ പലതും അപ്രതീക്ഷിതമായിരുന്നു. ഇന്ന് വെയിലുണ്ടായിരുന്നത് കൊണ്ട് നാളെ മഴ പെയ്യില്ല എന്ന് നമുക്ക് തീർത്ത് പറയാൻ കഴിയുമോ? ഇല്ല. പണത്തിനെ കുറിച്ച് പഠിക്കുന്ന ഒരാൾ കഴിഞ്ഞ കാല അനുഭവത്തെ അവലോകനം ചെയ്യുന്നത് തെറ്റല്ല. പക്ഷേ എത്രയൊക്കെ അവലോകനങ്ങൾ നടത്തിയാലും അത് ഭാവിയിലേക്കുള്ള മാപ്പ് ആകില്ല. ലോകത്തിലുള്ള എല്ലാവരുടെയും കിഡ്നിയുടെ പ്രവർത്തനം ഒരുപോലെ തന്നെയാണ്. പക്ഷേ ഇൻവെസ്റ്റിംഗ് മണി, സ്റ്റോക്ക് മാർക്കറ്റ് ഇവയൊന്നും ശരീരം പോലെയല്ല. മറിച്ച് പല കോടി ആളുകൾ അവരവരുടെ ചിന്തയ്ക്കും മനോനിലയ്ക്കും അനുസരിച്ച് തീരുമാനമെടുക്കുന്ന ഇടമാണിത്. റിച്ചാർഡ് ഫെയിൽമാൻ എന്ന പ്രശസ്തനായ ഫിസിസ്റ്റ് ഒരിക്കൽ പറഞ്ഞത്, ആറ്റത്തിന് മനുഷ്യരെ പോലെ വികാര വിചാരങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഫിസിക്സ് എന്ന വിഷയം കഠിനമായ ഒന്നായേനെ എന്നാണ്. നമ്മുടെ ശക്തിയെയും ബലഹീനതയെയും നിയന്ത്രിക്കുന്നത് വികാരങ്ങളാണ്. മനുഷ്യരുണ്ടാക്കിയ ചരിത്രം നോക്കി നമ്മൾ ഭാവി കണക്കുകൂട്ടിയാൽ 2 അപകടങ്ങളുണ്ട്. ഒന്ന്, ലോകത്തിന്റെ ഗതി തന്നെ മാറ്റിയ ചരിത്ര സംഭവങ്ങൾ നമ്മൾ അറിയാതെ പോകും. 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിലും ജനിച്ചത് 50 ബില്യൺ മനുഷ്യരാണ്. അവരിൽ ചിലരുടെ പേരുകൾ മാത്രം ഞാൻ പറയാം. അവരൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ ലോകം എങ്ങനെ മാറുമായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അഡോൾഫ് ഹിറ്റ്ലർ, ജോസഫ് സ്റ്റാലിൻ, തോമസ് ആൽവ എഡിസൺ, ബിൽ ഗേറ്റ്സ്, മാർട്ടിൻ ലൂതർ കിങ്, അങ്ങനെ പല ആളുകൾ ലോകത്തെ മാറ്റിമറിച്ചതിൽ ഇവരുടെ പങ്ക് വളരെ വലുതാണ്. ഇപ്പോഴും നമ്മുടെ മാർക്കറ്റിൽ നടക്കുന്ന ചില കാര്യങ്ങൾ ഒരിക്കലും നടക്കുമെന്ന് പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ കൊണ്ടുണ്ടായ പ്രതിഫലനമാണ്. നമ്മൾ ഒരു കാര്യത്തെ അവലോകനം ചെയ്യേണ്ട എന്നല്ല പറയുന്നത്. അവലോകനം കൊണ്ടല്ല പരാജയം സംഭവിക്കുന്നത്, പക്ഷേ നമ്മുടെ പ്രതീക്ഷയിലാണ് പരാജയപ്പെടുന്നത്. നമ്മുടെ ഭാവി എങ്ങനെയാകുമെന്ന് എത്രത്തോളം സങ്കല്പിക്കാൻ കഴിയുന്നുവോ അത്രത്തോളം നമുക്ക് പ്ലാനിംഗ് നടത്താൻ കഴിയും. അതും പ്രതീക്ഷിക്കുന്ന പോലെ സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നമ്മൾ എത്രയൊക്കെ കണക്കുകൂട്ടലുകളോടെ ഇരുന്നാലും നമ്മുടെ ഭാവി എങ്ങനെ വേണമെങ്കിലും ആവാം എന്നുകൂടി മനസ്സിലാക്കണം. 2, പഴയ കാലം ചിലപ്പോൾ തെറ്റായ വഴിയിലേക്ക് കൊണ്ടുപോയേക്കാം. എന്നുണ്ടാവേണ്ട മാറ്റങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നില്ല എന്നത് ഒരു പ്രശ്നമാണ്. മുമ്പ് ചെയ്ത കാര്യങ്ങൾ അതേ രീതിയിൽ പിന്തുടരുന്നതിനു പകരം ആവശ്യമായ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് എന്ന് കരുതി പഴയ കാലത്തെ അപ്പാടെ തള്ളിക്കളയേണ്ടതില്ല. അതിൽ നിന്നും ഉൾക്കൊള്ളേണ്ട പല കാര്യങ്ങളുമുണ്ട്. ഉൾക്കൊള്ളേണ്ടത് ഉൾക്കൊണ്ട് തള്ളേണ്ടത് തള്ളി തന്നെ നമ്മൾ ചരിത്രത്തെ ഉൾക്കൊള്ളണം. നിങ്ങൾ ഒരു പദ്ധതി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൽ പ്രധാനമായും വേണ്ട കാര്യം ആ പദ്ധതി നിങ്ങൾ വിചാരിച്ച പോലെ നടന്നില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ള പദ്ധതിയാണ്. പണത്തിനെ പറ്റി കസിനോയിൽ നിന്നും പഠിക്കാം. അപകടമുള്ള ഒരു സ്ഥലമാണ് കസിനോ. എങ്കിലും അവിടെ നടക്കുന്ന ചില കാര്യങ്ങളിലൂടെ പണം എങ്ങനെ വിനിയോഗിക്കണമെന്ന് മനസ്സിലാക്കാം. എല്ലാ കസിനോയിലും പ്രധാനപ്പെട്ട ഒരു ഗെയിമാണ് ബ്ലാക്ക് ജാക്ക്. ബ്ലാക്ക് ജാക്കിന്റെ റൂൾസ് വളരെ ലളിതമാണ്. നമ്മുടെ ഡീലർ അടുത്തത് ഏത് കാർഡാണ് എടുക്കാൻ പോകുന്നത് എന്ന് നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. പക്ഷേ ഓരോ കാർഡിനും നമ്മൾ ബെറ്റ് കെട്ടണമെന്ന് മാത്രമല്ല, 52 കാർഡിൽ ഏത് കാർഡ് ആദ്യം വരുമെന്നതിനനുസരിച്ച് ഒരു സൂചനയും നിങ്ങൾക്ക് ഉണ്ടാവില്ല. പക്ഷേ അതിനൊരു ചെറിയ ട്രിക്ക് ഉണ്ട്. ഓരോ കാർഡും ഡീലർ എടുത്തു വെക്കുമ്പോൾ അതിനു മുൻപ് വന്ന കാർഡ് ഏതാണെന്ന് ഓർക്കുന്നുണ്ടെങ്കിൽ, അതിനു മുൻപ് വന്ന കാർഡ് ഏതാണെന്ന് ഓർമ്മയുണ്ടെങ്കിൽ ബാക്കിയുള്ള കാർഡ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ഗെയിമിൽ ജയിച്ചവർക്കും സ്ഥിരമായി കളിക്കുന്നവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, അവസാന കാർഡ് വരെയും പരാജയപ്പെടാനുള്ള സാധ്യതയുണ്ട്. ജയിക്കുമെന്ന് തോന്നുന്ന സമയത്ത് പോലും ജയിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. എപ്പോൾ വേണമെങ്കിലും നമ്മൾ പരാജയപ്പെട്ടേക്കാം. നമ്മൾ തെറ്റ് ചെയ്യുമെന്നത് അംഗീകരിക്കുന്നത് അറിയാത്ത പലതും പഠിക്കാനുള്ള അവസരമായി മാറും. അത് നമ്മുടെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ്.
ജീവിതത്തിൽ തെറ്റ് സംഭവിച്ചാൽ മാത്രമേ മുന്നോട്ടുള്ള വഴി കൂടുതൽ കരുതലോടെ നമ്മൾ തിരഞ്ഞെടുക്കൂ. ബിൽഗേറ്റ്സിനെ പോലെയുള്ള ആളുകൾ ഇതൊക്കെ മുൻകൂട്ടി കണ്ടവരാണ്. ഒരിക്കൽ മൈക്രോസോഫ്റ്റിന് 1 വർഷം വരുമാനം ഒന്നും ഉണ്ടായില്ലെങ്കിലും മുന്നോട്ടു പോകാനുള്ള പണം താൻ കരുതാറുണ്ട് എന്ന് പറഞ്ഞിരുന്നു. വാറൻ ബഫറ്റും അതേപോലെ തന്നെയാണ്. എത്ര കോടി രൂപ താൻ സമ്പാദിച്ചാലും അധിക ലാഭമുണ്ടാക്കാനായി ഉറങ്ങുന്നതിന് മുൻപ് താൻ ട്രേഡിംഗ് നടത്താറില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പണത്തിന്റെ കാര്യത്തിൽ ഈ ചിന്ത എങ്ങനെ ഉപകാരപ്പെടുമെന്ന് നോക്കാം. നിങ്ങൾ ഒരു ഇൻവെസ്റ്റർ ആണെന്ന് കരുതുക. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിൽ 30% ഇടിവ് വന്നെന്നും കരുതുക. നിങ്ങൾക്ക് അത് അംഗീകരിക്കാൻ കഴിയുമോ? കണക്കുകൾ നോക്കിയാൽ 30% എന്നത് വളരെ കൂടുതൽ തന്നെയാണ്. നമുക്ക് നല്ല രീതിയിൽ മറ്റൊരു ക്യാഷ് ഫ്ലോ ഉണ്ടെങ്കിൽ ഉറപ്പായും ഇത് അംഗീകരിക്കാൻ കഴിയും. ചിലപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ എന്തെങ്കിലും കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ നമ്മൾ എളുപ്പത്തിൽ ക്വിറ്റ് ചെയ്യും. സ്പ്രെഡ്ഷീറ്റ് നമ്മളോട് 1000 കഥകൾ പറഞ്ഞാലും നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മുടെ ചിന്തയ്ക്കനുസരിച്ചാണ്. ഇപ്പോൾ നിങ്ങൾ റിട്ടയർമെന്റിനായി പണം സൂക്ഷിക്കുന്നു എന്ന് കരുതുക. റിട്ടയർമെന്റിനായി പല വിധത്തിലുള്ള പ്ലാനുകളുണ്ട്. മ്യൂച്വൽ ഫണ്ട് പ്ലാൻ, പോസ്റ്റ് ഓഫീസ് സ്കീം, ചിറ്റ് ഫണ്ട് പ്ലാൻ, ഇൻഷുറൻസ് പ്ലാൻ, ഇങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഇത്രയും ഓപ്ഷൻസ് ഉണ്ടായാലും നിങ്ങൾ റിട്ടയർ ചെയ്യുമ്പോൾ അന്നത്തെ സാഹചര്യം അനുകൂലമാവാത്തത് കൊണ്ടോ അപ്പോഴത്തെ എക്കണോമിയുടെ അവസ്ഥ കാരണമോ നിങ്ങൾ വിചാരിച്ച പണം നിങ്ങളുടെ കയ്യിൽ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? എപ്പോൾ വേണമെങ്കിലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത പണം നിങ്ങൾക്ക് തിരികെ കിട്ടാം. പക്ഷേ കാത്തിരിക്കണം എന്നാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ വിചാരിച്ച സമയത്ത് നിങ്ങൾക്ക് റിട്ടയർ ചെയ്യാൻ പറ്റില്ല. ഇത്തരം ചിന്തകളെല്ലാം നമ്മളെ ഭയപ്പെടുത്തിയേക്കാം. പക്ഷേ ഭയമല്ല പ്രധാനം, പഠിക്കുക എന്നതാണ് പ്രധാനം. വിശ്വാസമില്ലെങ്കിൽ നമുക്ക് വളരാൻ കഴിയില്ല. ഓരോ ഘട്ടത്തിലും വളരണമെങ്കിൽ നമ്മൾ റിസ്ക് എടുത്തേ പറ്റൂ. നിങ്ങളെ മുഴുവനായും ഇല്ലാതാക്കുന്ന റിസ്ക് ഒരിക്കലും ഗുണം ചെയ്യില്ല. നിങ്ങൾ എടുക്കുന്ന റിസ്കിനെ കുറിച്ച് നിങ്ങൾ ബോധവാനായിരിക്കണം. റിസ്ക് എപ്പോഴും ഉണ്ടാവണമെന്നില്ല. പക്ഷേ റിസ്ക് ഉണ്ടായാൽ തിരിച്ചു പിടിക്കാൻ പറ്റുന്നവരെയും റിസ്ക് എടുക്കാൻ നമ്മൾ തയ്യാറായിരിക്കണം. അതിന്റെ ഏറ്റവും ചെറിയ ഉദാഹരണമാണ്, ഇന്ന് നിങ്ങളുടെ കയ്യിൽ 1000 രൂപയുണ്ടെങ്കിൽ 10 രൂപ വെച്ച് റിസ്ക് എടുക്കുകയാണെങ്കിൽ അടുത്ത 100 തവണ നിങ്ങൾ റിസ്ക് എടുക്കാനുള്ള അവസരമുണ്ടാകും. എന്നാൽ അതേസമയം 1000 രൂപയും വെച്ചാണ് റിസ്ക് എടുക്കുന്നതെങ്കിൽ ഒറ്റ തവണ മാത്രമേ നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ കഴിയൂ. ദീർഘകാല പദ്ധതി ഉണ്ടാക്കുക എന്നത് ഒട്ടും എളുപ്പമല്ല. കാരണം ഓരോ കാലത്തും നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും മാറി മാറി വരും. കുട്ടിക്കാലത്ത് നമ്മൾ കാണുന്ന ചില കുഞ്ഞു സ്വപ്നങ്ങളുണ്ട്. ചില കളിപ്പാട്ടങ്ങൾ വേണമെന്നും എപ്പോഴും സ്വീറ്റ്സ് കഴിക്കാനായി സ്വീറ്റ്സ് കടയിൽ ജോലി ചെയ്യണമെന്ന് പോലും നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടാവാം. പക്ഷേ കാലം കഴിഞ്ഞ് നമ്മൾ കൗമാരത്തിലെത്തുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ മാറും. ഒപ്പം ചുറ്റുമുള്ള ആളുകളിൽ നിന്നും ആദരവ് കിട്ടുന്ന ഒരു ജോലി കിട്ടണമെന്നാവും നമ്മൾ ആഗ്രഹിക്കുന്നത്. പണം കിട്ടണമെന്നും ആഗ്രഹിക്കും. എന്നാൽ യൗവനത്തിലേക്ക് കടന്ന് കുടുംബജീവിതം തുടങ്ങിക്കഴിഞ്ഞാൽ ജീവിക്കാനുള്ള പണം സമ്പാദിക്കാനുള്ള പല വഴികൾ കണ്ടെത്താനായി നമ്മൾ പരിശ്രമിക്കും. ഓരോ കാലത്തും നമ്മുടെ ആവശ്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ദീർഘകാലത്തേക്കുള്ള പദ്ധതി നമുക്ക് തയ്യാറാക്കാൻ കഴിയില്ല. നമുക്കൊരു കാര്യം വേണമെന്ന് ആഗ്രഹിച്ചാൽ പല കാര്യങ്ങൾ തടസ്സമായി വരുമെന്ന് നമ്മൾ ആലോചിക്കാറില്ല. ആഗ്രഹം എത്ര എളുപ്പത്തിൽ സാധിക്കാൻ പറ്റുന്നതാണെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉള്ളതാണെങ്കിലും അത് നേടുക എന്നത് എപ്പോഴും എളുപ്പമാവണമെന്നില്ല. ദീർഘകാല സാമ്പത്തിക പദ്ധതികൾ പ്രധാനം തന്നെയാണ്. പക്ഷേ നമ്മുടെ ചുറ്റുമുള്ള ലോകവും എപ്പോഴും മാറ്റത്തിന് വിധേയമാവുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹാർവാർഡിലെ സൈക്കോളജിസ്റ്റ് ഡാനിയൽ ഗിൽബർട്ട് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതിങ്ങനെ, ഇവിടെയുള്ള ഓരോ ആളുകളും ഒരു ഇല്യൂഷനോടെയാണ് നടക്കുന്നത്. നമ്മൾ എങ്ങനെയുള്ള ആളായി മാറണമെന്നാണോ നമ്മൾ വിചാരിക്കുന്നത്, ആ മനുഷ്യനായി മാറും എന്ന വിശ്വാസത്തിലാണ് നടക്കുന്നത്. പക്ഷെ ആ മാറ്റം നമുക്ക് ആവശ്യമുണ്ടോ? ആ മനുഷ്യനായി മാറിയാൽ എന്തൊക്കെയാവും നമ്മുടെ ആവശ്യം? നമ്മൾ ഓരോ തവണയും ആരെങ്കിലും ആവണമെന്ന് കരുതി ചില തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും ആ തീരുമാനത്തിൽ നമ്മൾ സന്തോഷിക്കാറില്ല. 30-ാം വയസ്സിൽ ഡിവോഴ്സിനായി പരിശ്രമിക്കുന്നു. പക്ഷെ 20-ാം വയസ്സിൽ കല്യാണത്തിനായി ശ്രമിക്കുന്നു. 15 വയസ്സിൽ ഒരു ടാറ്റു വേണമെന്ന് കരുതി ചെയ്യുന്നു. പക്ഷേ 25 വയസ്സിൽ ആ ടാറ്റു ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. 40 വയസ്സിൽ പണം സമ്പാദിക്കണമെന്ന് കരുതുന്നു. പക്ഷേ 70 വയസ്സ് കഴിയുമ്പോൾ പണം സമ്പാദിക്കുന്നത് നിർത്തിയാൽ മതിയെന്ന് തോന്നും. നമ്മുടെ ആവശ്യങ്ങളും മാറ്റങ്ങളും എല്ലാം അടിക്കടി സംഭവിക്കുന്നതാണ്. ചാർലി മങ്കർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക ഉപദേശം, ഒരു കാരണവശാലും നമ്മൾ നീണ്ട കാലത്തേക്ക് നിക്ഷേപിച്ച പണം പല മടങ്ങ് ആകുന്നത് തടയാൻ പാടില്ല എന്നാണ്. എന്നാൽ ഇത്തരം മാറ്റങ്ങൾ അടിക്കടി ഉണ്ടാവുന്ന നമ്മുടെ ജീവിതത്തിൽ ഇതെങ്ങനെ പ്രാവർത്തികമാകും?
റൊണാൾഡ് റീഡിന് അത് ചെയ്യാൻ കഴിഞ്ഞത് കൊണ്ടാണ് മരിക്കുമ്പോഴും വലിയ പണക്കാരനാവാൻ കഴിഞ്ഞത്. നമുക്കിടയിൽ ചെറിയ ശമ്പളം കൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുന്നവരുണ്ട്. അതേസമയം ആഡംബരം സ്വന്തമാക്കാനായി പണം ചിലവിട്ട് സന്തോഷമില്ലാത്ത ജീവിതം ജീവിക്കുന്ന വലിയ ശമ്പളക്കാരുമുണ്ട്. എന്ത് സംഭവിച്ചാലും ചെറിയ ശമ്പളത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാമെന്നും അല്ലെങ്കിൽ ഒരുപാട് പണം ഉണ്ടായാൽ ജീവിതത്തിൽ സന്തോഷമുണ്ടാകുമെന്നും കരുതാൻ പാടില്ല. ചെറിയ ശമ്പളത്തിൽ ജീവിച്ചാൽ വയസ്സായി റിട്ടയർ ചെയ്യുന്ന പ്രായത്തിൽ നിങ്ങളുടെ കയ്യിൽ സമ്പാദ്യം ഒന്നുമില്ലാതാകും. പണം മാത്രം വിചാരിച്ചോടിയാൽ സമയമടക്കം പ്രധാനപ്പെട്ട പല കാര്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ നഷ്ടപ്പെട്ടേക്കാം. എത്ര പണം സമ്പാദിച്ചാലും നിങ്ങൾ നഷ്ടപ്പെടുത്തിയ നല്ല സമയം നിങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല. പണം കൊണ്ട് സമയത്തെ നിയന്ത്രിക്കാൻ മാത്രമേ കഴിയൂ, നിർത്താൻ കഴിയില്ല. നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്താൽ ഉറപ്പായും നിങ്ങൾ ആഗ്രഹിക്കുന്നത് ചെയ്യാൻ പറ്റും. നമ്മുടെ മനസ്സ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. നിങ്ങൾ 18 വയസ്സിൽ എന്താണോ പറഞ്ഞത് അത് മാത്രമേ 24 വയസ്സിൽ ചെയ്യൂ എന്ന് വാശി പിടിച്ചാൽ മാറ്റം നിങ്ങളെ ഒരു പ്രശ്നമായി ബാധിച്ചേക്കാം. അമേരിക്കയിൽ 27% ആളുകൾ മാത്രമാണ് പഠിച്ച വിഷയവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നുള്ളൂ. അമേരിക്കയിൽ മാത്രമല്ല, ലോകം മുഴുവൻ അങ്ങനെ തന്നെയാണ്. പല ആളുകളും ഇന്ന് ചെയ്യുന്ന ജോലി 18 വയസ്സിൽ തുടങ്ങിയതാണ് എന്ന ഒറ്റ കാരണം കൊണ്ട് തുടർന്ന് ചെയ്യുന്നവരുണ്ട്. ഈ ജോലി ഇഷ്ടമുള്ളതാണോ, ഈ ജോലി കൊണ്ട് ആഗ്രഹിച്ചതെല്ലാം നേടാൻ കഴിയുമോ എന്ന് ചിന്തിച്ചല്ല പലരും ജോലി ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ എന്ത് പദ്ധതികൾ ഉണ്ടാക്കിയാലും ആ പദ്ധതി കൊണ്ട് ഭാവിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാത്തതാവണമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെയുള്ള എല്ലാത്തിനും ഒരു നേട്ടമുണ്ട്, പക്ഷേ എല്ലാ നേട്ടവും നമ്മുടെ കണ്ണിൽ കാണുന്നതല്ല. അതുപോലെ തന്നെ പണത്തിന് ഈ ലോകത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. കാരണം പണമില്ലാതെ നമുക്ക് ഒന്നും നേടാൻ കഴിയില്ല. പക്ഷേ പണം കൊണ്ട് മാത്രമല്ല നമ്മൾ എല്ലാം നേടുന്നത്. 2004 ജനറൽ ഇലക്ട്രിക് എന്ന കമ്പനി ലോകത്തിലെ തന്നെ വലിയ കമ്പനികളിൽ ഒന്നായിരുന്നു. $250 ബില്യൺ ആയിരുന്നു ആ കമ്പനിയുടെ അന്നത്തെ മൂല്യം. പക്ഷേ 2008 ശേഷം എല്ലാം തലകീഴായി മാറി. അവരുടെ എല്ലാ ബോൺസിന്റെയും മൂല്യം 0 ആയി. 2007 മുതൽ 2018 വരെയും അവരുടെ സ്റ്റോക്ക് വാല്യൂ $40 നിന്നും $7 കുറഞ്ഞു. 2017 കമ്പനിയുടെ സിഇഒ ജെഫ്രി റോബർട്ട് ഇമ്മൽറ്റ് പദവി രാജിവെച്ചു. ഇമ്മൽറ്റ് കാരണമാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് ജനങ്ങൾ പറഞ്ഞ് ആ സ്ഥാനം അദ്ദേഹം ഒഴിയുകയായിരുന്നു. പക്ഷേ ജെഫ്എംഡ് കമ്പനിയിൽ നിന്നും പോകുമ്പോൾ ഒരു പ്രധാന കാര്യം പറഞ്ഞു. എല്ലാവർക്കും ഒരു ജോലിയെ പറ്റി സംസാരിക്കാൻ എളുപ്പമാണ് അവർ ആ ജോലി ചെയ്യുന്നതുവരെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പല കാര്യങ്ങളും നമുക്ക് തിയറിറ്റിക്കലായി പറയാൻ എളുപ്പമാണ്, പക്ഷേ പ്രാക്ടിക്കൽ സൈഡ് നോക്കിയാൽ ജീവിതത്തിൽ ഒരു കാര്യം നമ്മുടെ അനുഭവത്തിൽ വരുമ്പോഴാണ് ഓരോന്നിന്റെയും തീവ്രത നമുക്ക് മനസ്സിലാവുക. ഇമ്മൽറ്റിന് ശേഷം വന്ന സിഇഒക്ക് 14 മാസങ്ങൾക്കുള്ളിൽ അതിന്റെ യഥാർത്ഥ ബുദ്ധിമുട്ട് മനസ്സിലായി. അദ്ദേഹവും ആ കമ്പനിയിൽ നിന്നും രാജിവെച്ചു. ജീവിതത്തിൽ എന്തു തന്നെ നമ്മൾ വേണമെന്ന് ആഗ്രഹിച്ചാലും അതിനൊരു നേട്ടമുണ്ടാകും. S&P 50, S&P 500 എന്നൊരു സ്റ്റോക്ക് 50 വർഷത്തിൽ 199 മടങ്ങ് വളർച്ച നേടി. നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമായിരുന്നു. കുറച്ചു പണം അതിൽ നിക്ഷേപിച്ച് 50 വർഷം ഒന്നും ചെയ്യാതെ കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ നമ്മളെ കൊണ്ട് അത് പറ്റുമോ? പലരും പറയാറുണ്ട് സ്റ്റോക്ക് കുറെ കാലത്തേക്ക് സൂക്ഷിച്ചു വെക്കാൻ. പക്ഷേ നമുക്ക് അത്രയും ക്ഷമയുണ്ടോ? നമ്മൾ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ അതിനൊരു വില നമ്മൾ കൊടുക്കേണ്ടി വരും. നമ്മുടെ ടെൻഷൻ, ഭയം, സമയം ഇതൊക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും. നിങ്ങൾക്ക് മിനിമം 11% വാർഷിക ലാഭമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി റിട്ടയർമെന്റ് പ്ലാൻ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കാറ് വാങ്ങണമെന്നാണ് ആഗ്രഹമുള്ളതെങ്കിൽ 3 കാര്യങ്ങൾ ചെയ്യാം. 1, പണം കൊടുത്ത് ആഗ്രഹിച്ച കാറ് വാങ്ങാം. 2, വലിയ കാറ് വാങ്ങാനുള്ള പണമില്ലെങ്കിൽ നമ്മുടെ ആവശ്യം നന്നായി മനസ്സിലാക്കി അതിന് പറ്റുന്ന കുറഞ്ഞ വിലയിൽ ഒരു കാറ് വാങ്ങാം. 3, ഒരു കാറ് മോഷ്ടിക്കാം. ഉറപ്പായും 90% ആളുകളും കാറ് മോഷ്ടിക്കില്ല. മോഷ്ടിച്ചാൽ അതുകൊണ്ടുണ്ടാവുന്ന നഷ്ടം ലാഭത്തെക്കാൾ വളരെ വലുതാണ് എന്ന ബോധ്യം ഉള്ളതുകൊണ്ടാണ് മോഷ്ടിക്കാൻ ശ്രമിക്കാത്തത്. എല്ലാ കാര്യങ്ങൾക്കും ഒരു വിലയുണ്ട്. ആ വില മനസ്സിലാക്കിയാൽ നമുക്ക് ജീവിക്കാൻ ആവശ്യമായത് എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ജനറൽ ഇലക്ട്രിക്സ് കമ്പനിയുടെ പഴയ സിഇഒ ജോൺ ഫ്രാൻസിസ് വെൽ ജൂനിയർ എന്ന ജാക്ക് വെൽ ആണ് ജിയുടെ തകർച്ചയ്ക്ക് യഥാർത്ഥ കാരണക്കാരൻ. ജാക്ക് വെൽച്ച് എപ്പോഴും വെള്ള സ്ട്രീറ്റ് അനലൈസ് ചെയ്യുന്നതിനപ്പുറമുള്ള സ്റ്റോക്ക് മാർക്കറ്റ് പ്രൈസ് ഓരോ വർഷവും കൊടുത്തിരുന്നു. എൻഡ് യൂസർ സെയിൽസിനു പകരം അവരുടെ സ്വന്തക്കാർക്കും പരിചയക്കാർക്കുമൊക്കെ സെയിൽ ചെയ്തിരുന്നു. ആ സെയിൽസ് എസ്റ്റിമേഷൻ പത്രത്തിലും വാർത്താ ചാനലുകളിലും ഒക്കെ വന്നിരുന്നു. അതുകൊണ്ട് ജിയുടെ സ്റ്റോക്കും വളർച്ചയിലായിരുന്നു.
പക്ഷേ അതിനു പിന്നാലെ വന്ന പ്രതിസന്ധിയെ ആളുകൾ കണക്കാക്കിയില്ല. 2008 ക്രാഷിൽ ഈ കുതന്ത്രത്തിന് വില കൊടുക്കേണ്ടി വന്നത് ജെഫ് ഇമ്മൽറ്റ് ആയിരുന്നു. എന്തുകൊണ്ടാണ് ആളുകളിൽ നീണ്ടകാലം കിട്ടേണ്ട ഗുണത്തിനേക്കാൾ കാറ്, വീട്, ബൈക്ക് എന്നതിനൊക്കെ വലിയ രീതിയിൽ ചിലവാക്കുന്നത് എന്നറിയാമോ? ആർക്കും ക്ഷമയില്ല. ഇൻവെസ്റ്റ്മെന്റിന്റെ റിട്ടേൺ പെട്ടെന്ന് കിട്ടുന്ന ഒന്നല്ല എന്നത് നമ്മൾ മനസ്സിലാക്കണം. ഒരു ഉദാഹരണം പറയാം. നമ്മൾ എന്തിനാണ് ഹെൽമെറ്റ് ധരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അധികം ആളുകളുടെയും മറുപടി പോലീസ് പിടിക്കാതിരിക്കാൻ എന്നാവും. ആപത്ത് എന്നത് എപ്പോൾ വേണമെങ്കിലും വരാമെന്ന് ആരും ചിന്തിക്കാറില്ല. ഇത് കേൾക്കുമ്പോൾ പഴയൊരു ഉപദേശമായി തോന്നാം, പക്ഷേ ഇതാണ് ജനങ്ങളുടെ മനസ്സിലുള്ള കാര്യം. ആളുകളുടെ കാഴ്ചപ്പാട് എപ്പോൾ മാറുന്നുവോ അപ്പോൾ എന്താണോ ആവശ്യം അത് തിരഞ്ഞെടുക്കും. സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നിക്ഷേപിക്കുന്ന ഒരാൾ 20% പണം ഡിക്ലൈൻ ആയാലും കുഴപ്പമില്ലെന്ന് പറയും. പക്ഷേ ഡിക്ലൈൻ ആകുമ്പോഴാണ് ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കുക. ഡിക്ലൈൻ ആയാൽ പലരും പെട്ടെന്ന് തന്നെ പണം പിൻവലിക്കും. കഴിഞ്ഞ വർഷം ഡിസ്നി ലാൻഡ് കാണാൻ 18 മില്യൺ ആളുകൾ പോയിട്ടുണ്ട്. ഡിസ്നി ലാൻഡിന്റെ ശരാശരി ടിക്കറ്റ് വില $100 ആണ്. അങ്ങനെ ഒരു ചെറിയ കാഴ്ചയ്ക്കായി അത്രയും ദൂരം യാത്ര ചെയ്ത് $100 ചെലവാക്കാൻ ആളുകൾ രണ്ടാമതൊന്നും ആലോചിക്കാറില്ല. ഇതേ മനോഭാവത്തോടെ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് നോക്കിയാൽ മേലെ പോകുന്നതും താഴെ വീഴുന്നതുമാണ് നിങ്ങളുടെ നേട്ടം. പക്ഷെ കുറച്ചു കാലം കാത്തിരുന്നാൽ നിങ്ങൾക്ക് നല്ല അനുഭവം ഉറപ്പായി ഉണ്ടാകും. നിങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ട്രേഡിംഗ് നടത്തുന്ന ഒരാളുടെ അടുത്ത് നിന്നും പഠിക്കുമ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. .com ബബിൾ അല്ലെങ്കിൽ ഇന്റർനെറ്റ് കുമിള അല്ലെങ്കിൽ വിവര സാങ്കേതിക വിദ്യ കുമിള എന്നൊക്കെ അറിയപ്പെടുന്ന സാമ്പത്തിക പ്രതിസന്ധി 1997-2000 കാലഘട്ടത്തിലാണ് ഉണ്ടായത്. 2000-ൽ .com ബബിൾ നടക്കുമ്പോൾ 6.2 ട്രില്യണിന്റെ നഷ്ടമുണ്ടാക്കി. എന്നാൽ ഈ ലോകത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടെ നടന്നിട്ടും ആരും എന്തുകൊണ്ടാണ് അതിൽ നിന്നും പാഠങ്ങൾ പഠിക്കാത്തത്? ഇത് കാലങ്ങളോളം ഒരു സൈക്കിൾ പോലെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിന് കാരണം ഒന്നു മാത്രമാണ്, മനുഷ്യന്റെ അത്യാഗ്രഹം. മനുഷ്യൻ ഒരു കാര്യം ആഗ്രഹിക്കുമ്പോൾ അത് എന്തുകൊണ്ടാണ് ആഗ്രഹിക്കുന്നതെന്നും അതിന് പിന്നിലെ കാരണം എന്താണെന്നൊന്നും ചിന്തിക്കാറില്ല. പക്ഷേ ഇത് മാത്രമല്ല കാരണം. വളരെ ചെറിയ ഇൻഫർമേഷൻ കിട്ടി അതിൽ ലോജിക് ഒട്ടും അപ്ലൈ ചെയ്യാതെ എടുക്കുന്ന തീരുമാനങ്ങളാണ് അബദ്ധത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. ബബിൾസിലും ആളുകളുടെ അത്യാഗ്രഹത്തിലും മാത്രം പഴിചാരിയാൽ നമുക്കൊന്നും പഠിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അത് രണ്ടും പ്രധാനപ്പെട്ട വിഷയമാണ്. പക്ഷേ അതിൽ മാത്രം ഒതുങ്ങുന്നതല്ല പ്രശ്നം. ഇവിടെയുള്ള എല്ലാവരും ജീവിതത്തിൽ വലുതും ചെറുതുമായ എന്തൊക്കെയോ നേടുന്നുണ്ട്. പക്ഷേ നമ്മൾ സ്വന്തമാക്കിയ കാര്യത്തിന് എപ്പോഴും മൂല്യമുണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ന്യായമല്ല. അതാണ് നമ്മുടെ പണത്തിന്റെ കാര്യത്തിലും സംഭവിക്കുന്നത്. ഒരു ഭാഗം താഴ്ന്നു പോയാൽ മറ്റൊരു ഭാഗം ഉയർന്നു വരും. പല കോടി ആളുകൾ കാരണം ഒരാളുടെ ജീവിതം തകരാൻ പോലും സാധ്യതയുണ്ട്. അതേപോലെ തന്നെ പല കോടി ആളുകൾ തകർച്ചയിലേക്ക് പോകുമ്പോൾ ഒരാൾ വലിയ പണക്കാരനാവാനും സാധ്യതയുണ്ട്. ഈ കാര്യങ്ങളിൽ നമ്മൾ ചോദ്യം ചോദിക്കുന്നത് ഒരു യുദ്ധം എന്തുകൊണ്ട് നടക്കുന്നു എന്ന് ചോദിക്കുന്നത് പോലെയാണ്. അതിന് 1000 കാരണങ്ങൾ ഉണ്ടാവാം. നമ്മളെ കൊണ്ട് അത് തടുക്കാനും കഴിയില്ല. ഇന്ന് നമ്മൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം തരാൻ കഴിയുന്ന വിധത്തിലുള്ള എളുപ്പമുള്ള ഒരു വിഷയമല്ല. പക്ഷേ ഇതെല്ലാം ശരിയായി മനസ്സിലാക്കാതെ എവിടെയാണ് നമ്മൾ തോറ്റുപോകുന്നത് എന്ന് ചോദിച്ചാൽ ഒരേ ഒരു സ്ഥലത്താണ്. മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ട് അതേപോലെ നമ്മളും ആവർത്തിക്കുമ്പോഴാണ്. അല്ലെങ്കിൽ മറ്റൊരാൾ അയാൾ വേറെ ഒരു കളി കളിക്കുമ്പോൾ അയാളുടെ തീരുമാനം കണ്ട് നമ്മൾ കൈക്കൊള്ളുന്ന തീരുമാനം കൊണ്ടാണ്. ഒരു ചെറിയ ഐഡിയ ഇവിടെയുള്ള ഫിനാൻസ് മാർക്കറ്റിന് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെയുള്ള എല്ലാ സ്വത്തിനും ഒരേ വിലയാണ് എന്നതാണ്. പക്ഷേ അത് വാങ്ങുന്ന ഓരോ ആളുകളുടെയും ആവശ്യവും ഉദ്ദേശവും പലതാണ്. ലളിതമായി ഈ ഒരു കാര്യം പറയാം. നിങ്ങൾ ഒരു കല്യാണത്തിന് ഭക്ഷണം ഉണ്ടാക്കാൻ പോവുകയാണെങ്കിൽ ചാക്ക് കണക്കിന് പലചരക്കും അരിയും ഇറക്കും. കാരണം അതൊരു വലിയ ലാഭം വരുന്ന ബിസിനസ് ആണ്. അത് മാത്രമല്ല, അതിനുള്ള ജോലികൾ 5 മുതൽ 10 ദിവസം വരെ ചെയ്യാനും ഉണ്ടാകും. അതേസമയം ഒരു വീട്ടിലാണ് ഭക്ഷണം ഉണ്ടാക്കാൻ പോകുന്നതെങ്കിൽ ആ വീട്ടിലേക്ക് അടുത്ത ആഴ്ച ആവശ്യമായ സാധനങ്ങൾ നമ്മൾ വാങ്ങും. കാരണം 3-4 ആളുകൾക്ക് മാത്രമാണ് അവിടെ ആഹാരം പാചകം ചെയ്യേണ്ടത്. അതേസമയം നിങ്ങൾക്ക് മാത്രമാണ് ആഹാരം ഉണ്ടാക്കുന്നതെങ്കിൽ 2-3 ദിവസത്തേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങി ആവശ്യമുള്ളപ്പോൾ ഉണ്ടാക്കി കഴിക്കും. നിങ്ങൾ ഓഫീസിലുള്ള സമയത്ത് നിങ്ങൾക്ക് ഉച്ചയാവുമ്പോൾ വിശക്കുന്നു എന്ന് കരുതുക. വീട്ടിൽ പോയി പാചകം ചെയ്ത് കഴിക്കാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ അടുത്തുള്ള കടയിൽ പോയി ഇഷ്ടമുള്ള ആഹാരം വാങ്ങി കഴിക്കും. ഇതേപോലെ തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റും. നിങ്ങൾ നീണ്ട കാലത്തേക്ക് നിക്ഷേപിക്കുകയാണെങ്കിൽ എത്ര വാങ്ങും? ചെറിയ കാലത്തേക്കാണെങ്കിൽ എത്ര വാങ്ങും?
5 വർഷത്തിന് താഴെ മാത്രമുള്ള കാലയളവിലേക്കാണെങ്കിൽ എത്ര വാങ്ങും? എല്ലാം വ്യത്യസ്തമാണ്. ഇത് മാത്രമല്ല, പകൽ സമയത്ത് ട്രേഡിംഗ് നടത്തുന്ന ഒരാൾ പണം നിക്ഷേപിച്ച് മണിക്കൂറുകൾ കൊണ്ട് പുറത്തെടുക്കും. ഇങ്ങനെ ഓരോ മനുഷ്യർക്കും ഓരോ വ്യത്യസ്തമായ ആവശ്യവും താല്പര്യവും ഉള്ളപ്പോൾ എങ്ങനെ നിങ്ങൾ സ്റ്റോക്ക് പ്രൈസും അനാലിസിസും അടുത്തുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു എന്ന് മാത്രം നോക്കി പഠിച്ച് അതുവഴി സമ്പാദിക്കാൻ കഴിയും? ഇതാണ് ഫിനാൻസ് മാർക്കറ്റിൽ കാലങ്ങളായി നടക്കുന്ന വലിയൊരു തെറ്റ്. നമുക്ക് ആരെയും മണ്ടന്മാരെന്ന് പറയാൻ കഴിയില്ല. കാരണം ദീർഘകാലത്തേക്ക് നിങ്ങൾ ഒരു സ്റ്റോക്ക് വാങ്ങുന്നു എന്ന് കരുതുക, മറ്റൊരാൾ ഡേ ട്രേഡറുമാണ്. ദീർഘകാലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്ത നിങ്ങൾ ഓരോ ദിവസവും ഇടയ്ക്കിടെ സ്റ്റോക്ക് വാല്യൂ നോക്കി ഇന്ന് വിൽക്കണോ നാളെ വിൽക്കണോ എന്ന് ആലോചിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. നിങ്ങൾ കണ്ണടച്ച് പറ്റുന്നത്ര കാലം അതിനെ വളരാൻ അനുവദിക്കണം. അതേസമയം ഷോർട്ട് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് അങ്ങനെ കണ്ണടച്ചിരിക്കാൻ കഴിയുമോ? ഇല്ല. അവർ പണമിട്ട് ദിവസക്കണക്കിന് പണം എടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ മാത്രമാണ് അവർക്ക് ലാഭം കിട്ടുകയുള്ളൂ. അവരുടെ കളി നിയമവും നിങ്ങളുടെ കളി നിയമവും തമ്മിൽ വലിയ അന്തരമുണ്ട്. CNN-ഉം CNBC-യും അല്ലെങ്കിൽ മറ്റേതെങ്കിലും വലിയ ന്യൂസ് ചാനലോ നിങ്ങൾക്ക് ഒരു സ്റ്റോക്ക് ഇത്ര വിലയിൽ വാങ്ങാം എന്ന് പറഞ്ഞാൽ അത് വലിയ മണ്ടത്തരമാണ്. കാരണം നിങ്ങൾ എന്നൊരു വാക്കിന് പിന്നിൽ എത്ര വ്യത്യസ്തരായ മനുഷ്യരുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കാറില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്ര മാത്രമാണ്: നമ്മൾ ഏത് കാലത്താണ് ജീവിക്കുന്നത്, നമുക്ക് എന്താണ് വേണ്ടത്, നമ്മൾ ഏത് രീതിയിലുള്ള കളിയാണ് കളിക്കുന്നത് എന്നതൊക്കെ നന്നായി മനസ്സിലാക്കിയിട്ട് വേണം എന്തും ചെയ്യാൻ. പക്ഷേ നമ്മൾ എങ്ങനെ കളിക്കണം എന്ന് അറിയാൻ പഠിക്കാനായി ചില റിസ്കുകൾ എടുക്കാം, ചില കാര്യങ്ങൾ പിന്തുടരാം. ചില കാര്യങ്ങളിൽ എന്ത് ചെയ്യാൻ പാടില്ലെന്ന് മനസ്സിലാക്കിയാൽ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് വ്യക്തത വരും. ഇതെല്ലാം മനസ്സിലാക്കിയാൽ മാത്രമേ പണത്തിന്റെ കാര്യത്തിലും ജീവിതത്തിലും നമുക്ക് വിജയിക്കാൻ കഴിയൂ. നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷ എന്നത് ആരോ ഒരാൾ നിങ്ങൾക്ക് ഒരു സാധനം വിൽക്കുന്നത് പോലെയാണ്. പക്ഷേ ആത്മവിശ്വാസം എന്നത് ആരോ ഒരാൾ നിങ്ങൾക്ക് ഉപകാരം ചെയ്യും എന്നുള്ള വിശ്വാസം പോലെയാണ്. പ്രതീക്ഷ നമുക്ക് സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം അതാണ് നമ്മളെ ഓരോ ദിവസവും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. എന്നാൽ ആത്മവിശ്വാസം അതിനേക്കാൾ മുകളിലാണ്. നമ്മുടെ ജീവിത വിജയത്തിന് ആത്മവിശ്വാസം കൂടിയേ തീരൂ. പ്രതീക്ഷയേക്കാൾ ആത്മവിശ്വാസത്തിനാണ് പ്രാധാന്യം കൂടുതൽ. നമ്മൾ ചെയ്യുന്നതെല്ലാം ശരി മാത്രമാണ്, തെറ്റുകളൊന്നും സംഭവിക്കില്ല എന്നല്ല പ്രതീക്ഷ. മറിച്ച് തെറ്റായി എന്ത് സംഭവിച്ചാലും നമുക്ക് നടക്കേണ്ടത് ശരിയായി നടക്കും, അതിലേക്കാണ് ജീവിതം നമ്മളെ നയിക്കുന്നത് എന്ന് കരുതുന്നതാണ് യഥാർത്ഥ പ്രതീക്ഷ. ആളുകൾ പല കാര്യങ്ങൾക്കും തിരക്ക് പിടിക്കുന്നതിനും ഓരോ ദിവസവും എന്തിനൊക്കെയോ വേണ്ടി അലയുന്നതിനുമുള്ള കാരണം പ്രതീക്ഷകളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. പ്രതീക്ഷിക്കുക എന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, പക്ഷെ അതിനൊരു ഗ്യാരണ്ടിയുമില്ല. ഈ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ ആത്മവിശ്വാസത്തെ കൂടുതൽ വിശ്വസിക്കുന്നത്. ആത്മവിശ്വാസം മറ്റു രൂപങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 2008 ഡിസംബർ 29 ലോകത്തിന്റെ സാമ്പത്തിക മേഖല ഒന്നാകെ തകർന്നടിഞ്ഞ ദിവസം. അമേരിക്കയിൽ പലരുടെയും ജോലിയും ജീവിതവും ഒക്കെ അന്ന് നഷ്ടപ്പെട്ടു. ലോകത്തിലെ തന്നെ ഫിനാൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്രം വാൾസ്ട്രീറ്റ് ജേർണൽ പ്രധാനപ്പെട്ട ഒരു സ്റ്റോറി പബ്ലിഷ് ചെയ്തു. അതിന്റെ ഫ്രണ്ട് പേജിൽ ഇഗ്നോർ നിക്കോളവിച്ച് പെനാരിയൻ എന്ന റഷ്യൻ പ്രൊഫസർ ഒരു സ്റ്റോറി എഴുതി. 2010 ജൂൺ അവസാനിക്കുമ്പോൾ ഉറപ്പായും അമേരിക്ക 6 ഭാഗമായി വിഭജിക്കപ്പെടുമെന്നാണ് ഈഗോർ അന്ന് പറഞ്ഞത്. കാലിഫോർണിയയിൽ റിപ്പബ്ലിക്, അറ്റ്ലാന്റിക് അമേരിക്ക, സെൻട്രൽ, നോർത്ത് അമേരിക്ക എന്ന് മാത്രമല്ല മറ്റ് ചെറിയ ഭാഗങ്ങളുമാകുമെന്ന് അദ്ദേഹം പ്രവചിച്ചു. പക്ഷേ ഇത് നടന്നോ? ഇല്ല. അത്രയും വലിയ സാമ്പത്തിക മാന്ദ്യം ഉണ്ടായ ശേഷവും ഇന്നും US എന്ന രാജ്യം ഒന്നായിട്ട് തന്നെയാണ് ഉള്ളത്. 1940കളിൽ രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ജപ്പാൻ സാമ്പത്തികമായും വ്യാവസായികമായും സാംസ്കാരികമായും ഒക്കെ തകർന്നടിഞ്ഞു. ഇനിയൊരു ജപ്പാൻ ചരിത്രം ആവർത്തിക്കരുതെന്ന് ലോകം മുഴുവൻ ആഗ്രഹിച്ചു. ആ സമയത്ത് ജപ്പാനിൽ ഒരു ന്യൂസ് പേപ്പറിലും ഈഗോർ അന്ന് പറഞ്ഞതുപോലെ ഒരു ആർട്ടിക്കിൾ വന്നിട്ടില്ല. പകരം ആരും ഭയക്കേണ്ട, കുറച്ചു വർഷത്തിനുള്ളിൽ നമ്മുടെ സാമ്പത്തിക മേഖല കൂടുതൽ വളർച്ച പ്രാപിക്കുമെന്നും ജീവിത നിലവാരം പഴയതിനേക്കാൾ ഉയരുമെന്നും സ്റ്റോക്ക് മാർക്കറ്റ് ഇതുവരെ ആരും കാണാത്ത ഒരു വളർച്ച പ്രാപിക്കുമെന്നും ലോകത്തിൽ എവിടെയുമില്ലാത്ത അത്രയും തൊഴിലവസരങ്ങൾ ഉണ്ടാകുമെന്നും നമ്മുടെ പ്രധാന ശത്രുവായി അമേരിക്കയാവും ഉണ്ടാവുക എന്നും പറഞ്ഞപ്പോൾ ആരെങ്കിലും വിശ്വസിച്ചിരുന്നോ? പക്ഷേ ഇതാണ് യഥാർത്ഥത്തിൽ നടന്നത്. ഫാക്ട്ഫുൾനെസ് എന്ന ബുക്ക് എഴുതിയ ഹാൻസ് റോസ്ലിംഗ് ഒരു പ്രധാന കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ ലോകത്തിലുള്ള ആരോട് ചോദിച്ചാലും ഈ ലോകം ഭയപ്പെടുന്നതും വിശ്വസിക്കാൻ കഴിയാത്തതും പ്രശ്നങ്ങൾ നിറഞ്ഞതാണെന്നും പറയും. ഇതും പണവും തമ്മിൽ എന്താണ് ബന്ധം?
ലോകരാജ്യങ്ങൾ എടുത്തു നോക്കിയാൽ ഇന്ത്യ അമേരിക്കയേക്കാൾ ചെറുതാണ് എന്ന് കരുതി ഇന്ത്യ ദരിദ്ര രാഷ്ട്രമല്ല. പക്ഷേ നമ്മൾ താരതമ്യം ചെയ്തു നോക്കുമ്പോൾ നമ്മൾ ചെറുതെന്ന് തോന്നും. അതായത് നമുക്ക് അക്കരപ്പച്ച തോന്നി അമേരിക്കയാണ് നല്ലത് എന്ന് നമ്മൾ ചിന്തിക്കും. ആത്മവിശ്വാസത്തിന് അധിക പ്രാധാന്യം കൊടുക്കേണ്ടതിന് ഒരു കാരണമുണ്ട്. പണം എല്ലായിടത്തും ഉള്ളത് തന്നെയാണ്. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം തെറ്റായി സംഭവിച്ചാൽ അത് എല്ലാവർക്കും ഒരു താക്കീതാണ്. അതുകൊണ്ട് എല്ലാവർക്കും അതിൽ ശ്രദ്ധയുണ്ടാവും. അമേരിക്കയിലുള്ള പകുതി പേരും സ്റ്റോക്ക് കരുതിയിട്ടുണ്ട്. സ്റ്റോക്ക് ഇല്ലാത്ത ആളുകളുണ്ട്. സ്റ്റോക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ജോലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, വീണ്ടും ഒരു സാമ്പത്തിക മാന്ദ്യം വന്നാൽ അത് എല്ലാവർക്കും ഒരു ഭീഷണിയാണ്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ എല്ലാ മനുഷ്യർക്കും എല്ലാറ്റിനോടും ഒരു ഭയമുണ്ട്. അമേരിക്കയിൽ ഒരു പ്രശ്നമുണ്ടായാൽ അത് ഇന്ത്യയെയും ചൈനയെയും ഇന്തോനേഷ്യയെയും ഒക്കെ ബാധിക്കും. ഇനി 2, നമ്മുടെ ആത്മവിശ്വാസം ഇന്ന് നടക്കുന്ന ചില കാര്യങ്ങൾ കണക്കാക്കിയാണ് ഉണ്ടാവുന്നത്. മാർക്കറ്റ് എങ്ങനെ മാറുന്നു എന്നത് കണക്കാക്കിയല്ല നമ്മൾ കാര്യങ്ങൾ കണക്ക് കൂട്ടുന്നത്. 2008 ചൈനയ്ക്ക് മാത്രം 98 മില്യൺ ബാരൽ എണ്ണ ഒരു ദിവസം വേണമായിരുന്നു. പക്ഷേ ഇത് ലോകത്തിന്റെ മൊത്തം എണ്ണ ഉൽപാദനം ഒരു ദിവസം 85 മില്യൺ ബാരൽ മാത്രമാണ്. പക്ഷേ ഇതുകൊണ്ട് നമുക്ക് എണ്ണക്ഷമം വന്നോ? ഉറപ്പായുമില്ല. ഒരു കാര്യം തെറ്റാണ് സംഭവിക്കുന്നതെന്ന് കാണിക്കാൻ എളുപ്പമാണ്. പക്ഷേ ഈ ലോകം ഓരോ തവണയും എങ്ങനെയാണ് മാറുന്നതെന്ന് പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇനി 3, വളർച്ച വളരെ സാധാരണമായി നടക്കുന്ന ഒന്നാണെന്ന് നമുക്ക് തോന്നാം. പക്ഷേ ഒരു പ്രശ്നം നമുക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യും. സത്യത്തിൽ ഓരോ ആളുകളും മനസ്സിലാക്കേണ്ടത് എപ്പോൾ വീണാലും അതിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാനുള്ള അവസരം ഏറെ ഉണ്ടെന്നുള്ളതാണ്. 2004 ന്യൂയോർക്ക് ടൈംസ് സ്റ്റീവൻ ഹോക്കിൻസിന്റെ ഒരു ഇന്റർവ്യൂ നടത്തി. അദ്ദേഹത്തോട് നിങ്ങൾ എപ്പോഴും എങ്ങനെയാണ് സന്തോഷത്തോടെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചു. 21 വയസ്സിൽ അസുഖം ബാധിച്ച് പാരലൈസ്ഡ് ആയ അദ്ദേഹം പറഞ്ഞ മറുപടി, അസുഖം വന്നു കിടപ്പിലായപ്പോൾ ഇനി ഒരു ജീവിതമില്ലെന്ന് കരുതിയ തനിക്ക് പിന്നീട് കിട്ടിയതെല്ലാം ഒരു ബോണസ് ആണെന്നാണ്. മോശമായി സംഭവിക്കും എന്ന് നമ്മൾ വിചാരിച്ച ഒരു കാര്യം നന്നായി സംഭവിക്കുമ്പോൾ നമ്മൾ സന്തോഷിക്കാറില്ലേ? അത് വലിയൊരു നല്ല കാര്യമാണ്. ഈ ലോകത്തുള്ള പല വിധത്തിലുള്ള നുണകൾ കാണുമ്പോൾ നമുക്കത് സത്യം പോലെ തോന്നും. നമ്മുടെ ഭൂമിക്ക് മുകളിൽ ഒരു ഏലിയനെ കൊണ്ടുവച്ച് 2007 ശേഷം ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും നോക്കി കാണാൻ പറഞ്ഞാൽ ആ ഏലിയൻ കാണുന്ന കാര്യങ്ങൾ ഇതൊക്കെയാവും. 2007 ശേഷം പലരും വലിയ യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിച്ചു. 2007 ശേഷം എല്ലാവരുടെയും കൈകളിൽ സ്മാർട്ട് ഫോൺ വന്നു. ആരോഗ്യ മേഖല മികച്ചതായി. കാറിന്റെയും ബൈക്കിന്റെയും മൈലേജ് 2007 ശേഷം വർദ്ധിച്ചു. 2007 ശേഷം ഡാൻസിനെ കുറിച്ചുള്ള പഠന കോഴ്സുകൾ കൂടുതലായി വന്നു. 2007 ശേഷം പട്ടിണി കുറഞ്ഞു. ഇതിനപ്പുറം 2007 2009 ഇടയിൽ സിവിൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. ആ ഏലിയൻ കുറച്ചുകൂടി അകത്തേക്ക് വന്ന് നോക്കിയാൽ 2009 US-ൽ 16 ട്രില്യൺ ജനങ്ങൾ ദരിദ്രരായിരുന്നു. അതുമാത്രമല്ല 10 മില്യൺ ആളുകൾക്ക് ജോലിയില്ലായിരുന്നു. സ്റ്റോക്ക് മാർക്കറ്റ് 2007 2 മടങ്ങ് കുറവായിരുന്നു. ഇതിനെല്ലാം കാരണം എന്താണെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഒരേ ഒരു കാരണമാണ്, അവരൊരു കഥ വിശ്വസിച്ചു. ബാങ്കേഴ്സ്, റിയൽ എസ്റ്റേറ്റ് ഏജന്റ്സ്, വലിയ കമ്പനികളുടെ ലീഡേഴ്സ് തുടങ്ങിയവരാണ് എല്ലാത്തിന്റെയും വില നിശ്ചയിക്കുന്നത്. അത് സ്റ്റോക്ക് മാർക്കറ്റ് ആയാലും ബിസിനസ് ആയാലും എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. 2008 നടന്ന സംഭവത്തിന് ശേഷം 2009 ഈ കഥ ആരും വിശ്വസിക്കാതായി. നമ്മൾ വിശ്വസിക്കുന്ന ചില കഥകൾ നമ്മുടെ സ്വത്തിനെ ചിലപ്പോൾ ബാധിച്ചേക്കാം. ആ കഥകൾ കാരണമാണ് പല തീരുമാനങ്ങളും നമ്മൾ കൈക്കൊള്ളുന്നത്. നമ്മൾ വിശ്വസിക്കുന്ന കഥകൾ ചില സമയം നല്ലതും കൊണ്ടുവരും, ചിലപ്പോൾ മോശവും കൊണ്ടുവരും. നമ്മൾ ഏത് തീരുമാനം എടുക്കുന്നതിന് മുൻപും, പ്രത്യേകിച്ച് പണത്തെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് 2 കാര്യങ്ങൾ മനസ്സിൽ വെക്കണം. ആദ്യത്തെ കാര്യം, അധികമാണെന്നുള്ള തെറ്റിദ്ധാരണ നമുക്കുണ്ടാകാം. ഹർഷത് മേത്ത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഹർഷത് മേത്ത സ്റ്റോക്ക് മാർക്കറ്റിൽ ജോലി ചെയ്യുമ്പോൾ സ്റ്റോക്കിൽ ഉണ്ടായിരുന്ന കമ്പനികൾ നന്നായി നടക്കുമെന്ന് അദ്ദേഹം പല രീതിയിൽ വിശ്വസിപ്പിച്ചു. ആ വിശ്വാസം കൊണ്ട് പലരും ആ സ്റ്റോക്കിൽ പണം നിക്ഷേപിച്ചു. അത് അവർക്ക് പല മടങ്ങ് ലാഭമുണ്ടാക്കി. പക്ഷേ ആ കാലത്ത് RBI റെഗുലേഷൻ കർശനമല്ലാതിരുന്നത് കൊണ്ടാണ് ആർക്കും ഏത് കമ്പനിയിൽ പണം നിക്ഷേപിക്കണമെന്ന് അറിവില്ലായിരുന്നു. ലാഭത്തിനു വേണ്ടി മാത്രമാണ് പലരും പണം നിക്ഷേപിച്ചത്. പൂട്ടിപ്പോയ കമ്പനികളിൽ പോലും ലാഭമുണ്ടാക്കാം എന്ന് തെറ്റിദ്ധരിച്ച് പലരും പണം നിക്ഷേപിച്ചു. ഇതേപോലെ തന്നെയായിരുന്നു 2008 വാറൻ ബഫറ്റ് ഒരു കമ്പനിയിൽ പണം നിക്ഷേപിച്ചപ്പോൾ പല ആളുകളും ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തു.
അതിന്റെ കാരണം അവർ വിശ്വസിച്ച കഥയും അവരുടെ പ്രതീക്ഷയുമാണ്. വാറൻ ബഫറ്റ് നിക്ഷേപിച്ച കമ്പനി നല്ല കമ്പനി തന്നെയായിരുന്നു. നമ്മൾ വിശ്വസിക്കുന്ന കഥ നമ്മളെ എങ്ങോട്ട് വേണമെങ്കിലും കൂട്ടിക്കൊണ്ടുപോയേക്കാം. രണ്ടാമത്തെ കാര്യം, എല്ലാവർക്കും ഈ ലോകത്തോട് പൂർണ്ണമല്ലാത്ത ഒരു വീക്ഷണമുണ്ട്. ആ വീക്ഷണത്തെ നമ്മൾ നമ്മുടെ സ്വന്തം അനുഭവമായി ബന്ധിപ്പിക്കും. നമ്മൾ ജനിച്ചപ്പോൾ ഈ ലോകം നമുക്ക് പുതിയതായിരുന്നു. അപ്പോൾ നമ്മൾ കണ്ട കാഴ്ചകളൊക്കെ നമുക്ക് പുതുമയുള്ളതായിരുന്നു. നമുക്ക് നമ്മുടെ അച്ഛനും അമ്മയ്ക്കും അപ്പുറം വേറെ വിശ്വാസം ഒന്നുമില്ലായിരുന്നു. അച്ഛനും അമ്മയും ചെയ്യുന്ന കാര്യങ്ങളോ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളോ പോലും എന്താണെന്ന് നമുക്കറിയില്ലായിരുന്നു. ലോകത്തിലെ ഒന്നും തന്നെ നമുക്കറിയില്ലായിരുന്നു. നമ്മുടെ അച്ഛനും അമ്മയും എന്തിനാണ് ജോലിക്ക് പോകുന്നതെന്ന് നമുക്കറിയില്ലായിരുന്നു. കാലം മുന്നോട്ട് പോകും തോറുമാണ് എല്ലാത്തിന്റെയും അർത്ഥം നമുക്ക് മനസ്സിലായി തുടങ്ങിയത്. അതൊക്കെ മനസ്സിലാകുന്നതിന് മുൻപ് അച്ഛനും അമ്മയും പറയുന്നതൊക്കെ നമ്മൾ വിശ്വസിച്ചിരുന്നു. കാർട്ടൂൺ അനിമേഷൻ ശരിക്കുമുണ്ടെന്ന് നമ്മൾ വിശ്വസിച്ചിരുന്നു. അതേപോലെ തന്നെയാണ് പണത്തിന്റെ ലോകവും. കാലം കഴിയും തോറും മാത്രമേ നമുക്ക് സത്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. ഫിലിപ്പ് ടെഡ്ലോക്ക് എന്ന സൈക്കോളജിസ്റ്റ് ഒരിക്കൽ എഴുതി, ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മുടെ നിയന്ത്രണത്തിലും നമ്മൾ വിചാരിക്കുന്നത് പോലെയും നടന്നാൽ അത് കേൾക്കാൻ മാത്രമേ നന്നായിരിക്കുകയുള്ളൂ. നമുക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ നടന്നാൽ, നമ്മുടെ നിയന്ത്രണത്തിലുള്ള ഒരു ജീവിതം നേടിയാൽ അത് നമുക്ക് സന്തോഷം തരും. യഥാർത്ഥത്തിൽ വിശ്വസിക്കാൻ കഴിയാത്ത കഥകളെക്കാൾ നമ്മുടെ നിയന്ത്രണത്തിൽ വരുന്ന കഥകൾ നമ്മൾ കൂടുതൽ വിശ്വസിക്കും. ഇതെല്ലാം നമ്മൾ കുട്ടികളെ പോലെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ചില കാര്യങ്ങൾ നമ്മുടെ ലോജിക്കിന് അപ്പുറമുള്ളതാണെങ്കിലും അതെല്ലാം നമ്മൾ വിശ്വസിച്ച് ജീവിക്കും. ഈ കഥകളൊന്നും അറിയാതെ മുകളിൽ നിന്ന് നോക്കുന്ന ആ ഏലിയൻ നമ്മിൽ തന്നെയാണ്. നിങ്ങൾ ഇത്രയും നേരം ഈ ഓഡിയോ കേട്ടതിന് അഭിനന്ദനങ്ങൾ. കാരണം നിങ്ങൾ എന്തോ പഠിക്കണം എന്ന് കരുതിയാണ് ഇത്ര നേരം കേട്ടത്. നിങ്ങൾ പഠിക്കേണ്ട വലിയൊരു കാര്യം എന്നത് പണത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഉപദേശങ്ങൾ കൊടുക്കുന്നതും മറ്റുള്ളവരിൽ നിന്നും ഉപദേശങ്ങൾ വാങ്ങുന്നതും എത്രമാത്രം അപകടമുള്ളതാണ് എന്നതാണ്. 1931 ക്ലാരൻസ് ഹ്യൂസ് ദന്ത ഡോക്ടറെ കാണാനായി പോയി. അദ്ദേഹത്തിന്റെ പല്ലിന് അസഹനീയമായ വേദനയുണ്ടായിരുന്നു. അതിന് ഡോക്ടർ ചെയ്തത് എന്താണെന്ന് അറിയാമോ? അനസ്തേഷ്യ കൊടുത്ത് കുറച്ചു സമയത്തിന് ശേഷം എഴുന്നേറ്റ് നോക്കുമ്പോൾ അദ്ദേഹത്തിന് 16 പല്ലുകളും ടോൺസിൽസും നീക്കം ചെയ്തിരുന്നു. ആ സർജറി വിജയകരമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ഭാര്യ ഡോക്ടറിന്റെ പേരിൽ കേസ് കൊടുത്തു. 1931 സർജറി എന്ന് പറഞ്ഞാൽ മരണം എന്നായിരുന്നു വിശ്വാസം. ഹ്യൂസിന്റെ പല്ലുകൾ സമ്മതം കൂടാതെയാണ് പറിച്ചത് എന്നായിരുന്നു ഭാര്യ കേസ് കൊടുത്തത്. എന്നാൽ ഡോക്ടർ ചെയ്യാൻ കഴിയുന്നതിൽ ഏറ്റവും മികച്ച ചികിത്സയാണ് ചെയ്തത് എന്നാണ് വാദിച്ചത്. ഈ കേസിന് പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് ആർക്കും അറിയില്ല. 1930 ഇപ്പോൾ ഉള്ളതുപോലെയുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും നിലവിലില്ലായിരുന്നു. അപ്പോൾ ഉണ്ടായിരുന്ന നിയമപ്രകാരം ഒരു ഡോക്ടർ അയാളുടെ പേഷ്യന്റിന്റെ രോഗം ഭേദമാക്കാൻ അല്ലെങ്കിൽ ജീവൻ രക്ഷിക്കാൻ കഴിയുമെന്ന് തോന്നിയാൽ ഏതു വഴിയും സ്വീകരിക്കാമെന്നതാണ്. ഒരാൾക്ക് നല്ലത് ചെയ്യാൻ അല്ലെങ്കിൽ രോഗം മാറ്റാൻ ഇതാണ് ഒരേ ഒരു മാർഗം എന്നൊന്നില്ല. ആ കേസിൽ ഡോക്ടറിന് എന്ത് ചെയ്യാൻ കഴിയുമായിരുന്നു എന്ന് നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ. ക്യാൻസ് എന്ന പ്രശസ്ത ഡോക്ടർ ഒരിക്കൽ എഴുതി, മെഡിസിൻ എന്നത് സങ്കീർണമായ ഒരു ജോലിയാണ്. രോഗികൾക്കും ഡോക്ടർമാർക്കും ഇടയിൽ നടക്കുന്ന പ്രശ്നങ്ങളും സങ്കീർണമാണ്. മെഡിസിൻ ഇൻഡസ്ട്രി കഴിഞ്ഞാൽ സങ്കീർണമായ പ്രൊഫഷൻ ഏതാണെന്ന് അറിയുമോ? ഫിനാൻഷ്യൽ അഡ്വൈസ്. നിങ്ങൾക്ക് ഒരു അഡ്വൈസ് തരാൻ കഴിയില്ല, കാരണം നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് എനിക്കറിയില്ല. അങ്ങനെ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് എനിക്ക് അറിയുമെങ്കിലും അത് എപ്പോൾ എങ്ങനെ വേണം എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തിന്റെ എഴുത്തുകാരനോ ഞാനോ നിങ്ങൾക്ക് നേരിട്ട് ഒരു ഫിനാൻഷ്യൽ അഡ്വൈസും തന്നിട്ടില്ല. പക്ഷെ ചില കാര്യങ്ങളിൽ ഞങ്ങൾ നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. 1000 തീരുമാനങ്ങൾ ഓരോരുത്തരും വ്യത്യസ്തമായി എടുത്താലും നിങ്ങൾ പിന്തുടരേണ്ട ചില കാര്യങ്ങൾ മാത്രം പറയാം. നിങ്ങൾ വഴിമാറിപ്പോയാലും കുഴപ്പമില്ല. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ശരിയായി നടക്കുമ്പോൾ കുറച്ച് പക്വതയും വിവേകവും നമുക്കുണ്ടാവണം. അതേപോലെ തെറ്റുകൾ സംഭവിക്കുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ക്ഷമിക്കാനും ചിലത് പഠിക്കാനും ശ്രമിക്കണം. ഈ ലോകം വളരെ വലുതും സങ്കീർണവുമാണ്. അതുകൊണ്ട് തന്നെ ശരിയാണെന്ന് കരുതുന്ന കാര്യങ്ങൾ തെറ്റാവാനും തെറ്റെന്ന് തോന്നുന്ന കാര്യങ്ങൾ ശരിയാവാനും സാധ്യതയുണ്ട്. ഇതിനിടയിൽ അതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് വളരാനാണ് പഠിക്കേണ്ടത്. മറ്റൊന്നും ആലോചിക്കേണ്ടതില്ല. എന്താണ് നമ്മുടെ നല്ലത്, എന്താണ് നമ്മുടെ ശാപം എന്നൊന്നും നമുക്ക് ഒരിക്കലും കണക്ക് കൂട്ടാനേ കഴിയില്ല. നമുക്ക് എത്രത്തോളം തലക്കനവും അഭിമാനവും കൂടുതലുണ്ടോ
അത്രത്തോളം നമ്മുടെ സമ്പത്ത് കുറയാനാണ് സാധ്യത. കാരണം മുന്നേ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ സ്വത്തിനെ പറ്റി മാത്രം സംസാരിക്കാതെ ജീവിതത്തിൽ എടുക്കുന്ന പലവിധ തീരുമാനങ്ങൾക്കും ഇത് ഉപകാരപ്പെടും. ആ തീരുമാനങ്ങളാണ് നിങ്ങളുടെ ഭാവി കാലം തീരുമാനിക്കുന്നത്. നിങ്ങൾ രാത്രി സമാധാനമായി ഉറങ്ങണമെങ്കിൽ നിങ്ങളുടെ പണം നിങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കണം. ഒരുപാട് പണം സമ്പാദിച്ചാലും ഒട്ടും പണം സമ്പാദിച്ചില്ലെങ്കിലും പ്രശ്നമാണ്. നമ്മൾ എന്ത് ചെയ്താലും ജീവിതം നമുക്ക് സന്തോഷം തന്നില്ലെങ്കിൽ അത് ചെയ്യുന്നത് കൊണ്ട് ഒരു ഉപയോഗവും ഉണ്ടാവില്ല. നിങ്ങൾ നല്ല ഇൻവെസ്റ്റർ ആവണമെങ്കിൽ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം നിങ്ങളുടെ സമയം കൂടുതൽ കണ്ടെത്തുന്നതിലാണ്. നിങ്ങൾ എത്ര കാലം ഇൻവെസ്റ്റ്മെന്റ് വളരുന്നതിനായി കാത്തിരിക്കുമോ അത്രയും കാലം ആ ഇൻവെസ്റ്റ്മെന്റ് വളരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത് ശരിയായ സ്ഥലത്ത് ശരിയായ സമയത്താണ് നിങ്ങൾ നിക്ഷേപിച്ചതെങ്കിൽ തെറ്റുകൾ ആവർത്തിക്കാൻ തയ്യാറായിരിക്കും. നിങ്ങൾ പകുതിയോളം തെറ്റുകൾ മാത്രം ചെയ്താലും വിജയത്തിലേക്കുള്ള സാധ്യത കൂടുതലാണ്. നിങ്ങൾക്ക് ഒരുപാട് സമ്പാദിക്കാൻ കഴിയും. നേരത്തെ പറഞ്ഞ പോലെ എല്ലാം നന്നാവണമെന്നില്ല. പക്ഷേ നന്നാവുന്ന കാര്യങ്ങൾ കണ്ടെത്താൻ കുറച്ചധിക സമയം വേണ്ടി വന്നാലും കുഴപ്പമില്ല. പണം എന്നത് സാധനങ്ങൾ വാങ്ങാനും അന്തസ്സ് കാണിക്കാനും സന്തോഷത്തിനും മാത്രം വിനിയോഗിക്കേണ്ട ഒന്നല്ല. പണം ബുദ്ധിയോടെ ചെലവഴിക്കുന്ന ഒരാൾ അയാളുടെ സമയത്തെ കൂടി വിനിയോഗിക്കാനാണ് ശ്രമിക്കുക. കാരണം സമയം ഒരിക്കൽ പോയാൽ തിരിച്ചു വരില്ല. ആഡംബരം കാണിക്കാതെ നല്ല മനുഷ്യനായി ജീവിക്കുക. പണം കൊണ്ട് മാത്രം നേടാൻ കഴിയാത്ത ചിലതുണ്ട്. അതിൽ പ്രധാനമാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ള മനുഷ്യർ സമ്പാദിക്കൂ. അതിന് കാരണം ആവശ്യമില്ല. നമ്മൾ സമ്പാദിക്കുന്ന പണം എപ്പോഴാണ് നമുക്ക് ഉപകാരപ്പെടുക എന്ന് പറയാൻ കഴിയില്ല. വിജയത്തിന് പിന്നിൽ ഈ നേട്ടമുണ്ട്. ഈ ലോകത്തുള്ള എല്ലാറ്റിനും പിന്നിൽ ഒരു നേട്ടമുണ്ട്. വിജയം ഒരു വലിയ നേട്ടത്തോടെയാണ് വരിക. അതിന് നിങ്ങൾ തയ്യാറായിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമില്ലാതെ പോകും. തെറ്റുകൾ സംഭവിക്കും. അത് എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം. നമ്മൾ വിചാരിക്കുന്ന എല്ലാം അതേപോലെ തന്നെ സംഭവിച്ചാൽ നമുക്ക് പുതുതായി ഒന്നും പഠിക്കാനുണ്ടാവില്ല, വളരാനും കഴിയില്ല. രണ്ടു വശവും മൂർച്ചയുള്ള കത്തിയുടെ അടുത്ത് നിൽക്കരുത്. അങ്ങനെ ഒരു കത്തിമുനയിലേക്ക് എത്തിക്കുന്ന തീരുമാനങ്ങളൊന്നും എടുക്കുകയും അരുത്. പണത്തിനു വേണ്ടി ഒന്നും അധികമായി ചെയ്യരുത്, എന്നാൽ കുറവും ആവരുത്. നിങ്ങളുടെ ആവശ്യത്തിനും സാഹചര്യത്തിനും അനുസരിച്ചാണ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത്. റിസ്ക് എടുക്കാൻ പഠിക്കണം. റിസ്ക് എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാൻ കഴിയൂ. എല്ലാം നഷ്ടപ്പെടുന്നത്ര റിസ്ക് എടുക്കുന്നത് ഒട്ടും ശരിയല്ല. പണം ഒരു കളി പോലെയാണ്. ഇപ്പോൾ എങ്ങനെ എന്തിനു കളിക്കുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ആ കളി നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്നും ചിന്തിക്കണം. അറിവുള്ളവർ നിങ്ങൾ ചെയ്യുന്നതെല്ലാം തെറ്റാണെന്ന് പറയാം. പക്ഷേ അന്ത്യത ഒരു ശരിയും തെറ്റും ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ അനുഭവം മാത്രമാണ് നിങ്ങളുടെ ശരി. നമ്മുടെ എഴുത്തുകാരൻ പണത്തെ എങ്ങനെയാണ് കണ്ടതെന്ന് നോക്കാം. സാൻഡി ഗോഡ്സ്മാൻ എന്നൊരു മില്യണറായ ഇൻവെസ്റ്റർ ഉണ്ടായിരുന്നു. ഒരു കൺസൾട്ടിംഗ് ഗ്രൂപ്പിന് വേണ്ടി നടത്തിയിരുന്ന ഇന്റർവ്യൂവിൽ അദ്ദേഹം സ്ഥിരമായി ചോദിച്ചിരുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ആ ചോദ്യം ഇതാണ്: നിങ്ങൾ എന്താണ് സ്വന്തമാക്കി വെച്ചിട്ടുള്ളത്? എന്തിനാണ് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് എന്തിനു വേണ്ടി ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി ചെയ്യുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് ജയിക്കുമോ തോൽക്കുമോ മറ്റേതെങ്കിലും പാതയിലേക്ക് പോകുമോ എന്നതൊന്നുമല്ല പ്രധാനം. നമ്മുടെ എഴുത്തുകാരൻ മോർഗൻ ഹൗസിൽ ജീവിതത്തിൽ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ചെയ്തത്. ഒന്ന്, ചാർലി മംഗൽ ഒരിക്കൽ പറഞ്ഞു, എനിക്ക് പണക്കാരനാകണമെന്ന ആഗ്രഹമില്ല, പക്ഷേ സ്വതന്ത്രമായി ജീവിക്കണം. ഇതുതന്നെയാണ് മോർഗൻ ഹൗസിലും മാതൃകയായി കണ്ടത്. ഞാൻ ഏത് രീതിയിലായാലും എന്റെ കുടുംബത്തിന് സ്വസ്ഥതയും സമാധാനവും സുരക്ഷിതത്വവും മാത്രമുണ്ടായാൽ മതിയെന്നാണ് അദ്ദേഹം കരുതിയത്. 2, അദ്ദേഹത്തിന്റെ കുടുംബം സേവിങ്സ് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നാണ്. മോർഗൻ ഹൗസലിന് നല്ലൊരു ജോലി ഉണ്ടായിരുന്നു. അതിൽ നിന്നും ലഭിക്കുന്ന ശമ്പളം ചില ഇൻഡെക്സ് ഫണ്ട്സിൽ നിക്ഷേപിച്ചു. അതായത് US ആൻഡ് ഇന്റർനാഷണൽ സ്റ്റോക്കിൽ. ആ നിക്ഷേപം വളർന്നാലും ഇല്ലെങ്കിലും അതിനനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്താം എന്നായിരുന്നു അദ്ദേഹം കരുതിയത്. ഇതിനിടയിൽ ചെറിയൊരു സേവിങ്സ് അദ്ദേഹം മകൾക്കായി കരുതി. എല്ലാം ലളിതമായി മാത്രം മതിയെന്ന് കരുതിയിരുന്നു. അദ്ദേഹം ഏത് സ്റ്റോക്ക് വളരും വീഴും എന്താണ് പ്രശ്നം എന്നതൊന്നും അദ്ദേഹത്തെ അലട്ടിയില്ല. സ്വതന്ത്രതയോടെ ജീവിക്കുന്നുണ്ടോ, മനസമാധാനത്തോടെ ഉറങ്ങുന്നുണ്ടോ എന്നത് മാത്രമേ അദ്ദേഹം ശ്രദ്ധിച്ചുള്ളൂ. അവസാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം ഇതാണ്: ആരും ബുദ്ധിമാന്മാരുമല്ല മണ്ടന്മാരുമല്ല. എല്ലാം തികഞ്ഞവരായി ആരുമില്ല. ഓരോ മനുഷ്യരുടെയും അനുഭവം വ്യത്യസ്തമാണ്.